നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് STV സംസ്കൃതിയിൽ അതിഥിയായി വന്നിരിക്കുന്നത് ശ്രീ പ്രദീപ് കുമാർ അവറുകളാണ്. അദ്ദേഹം ഇതിനു മുമ്പേയും നമ്മുടെ അതിഥിയായി വന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രത്യേക പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ്, എസ്പെഷ്യലി ആത്മീയ പ്രഭാഷകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. പിന്നീട് ഗ്രാമദീപാശ്രമത്തിലെ നിലമ്പൂരുള്ള ഗ്രാമദീപാശ്രമത്തിൻ്റെ നെടുംതൂടാണ് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയല്ല. ഇതിലൊക്കെ ഉപരി അദ്ദേഹം ഈയിടെ ഒരു ഗംഭീരമായ വളരെ ശാസ്ത്രീയമായിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വിശ്വജീവൻ യോഗ. ദാറ്റ് ഈസ് റോട്ട് ഇൻ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. വളരെ ഗംഭീരം, വളരെ മനോഹരം. ഈ പുസ്തകം വേദാന്തം മുഴുവൻ നമുക്ക് ഗുളിക രൂപത്തിലാക്കി തന്നിരിക്കുകയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ വേദാന്തിക് പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ്. അത് വളരെ മനോഹരമായിട്ട് അദ്വൈത വേദാന്തം ഓർ നൺ ഡുവലിസം വളരെ ഭംഗിയായിട്ട് ശാസ്ത്രീയമായിട്ട് യുക്തിയുക്തമായിട്ട് വിവരിച്ച് ഒരു ചെറിയ പുസ്തകമാണ്. ചെറിയ പുസ്തകമാണെങ്കിലും ഇറ്റ് ഈസ് സോ ഡീപ്പ്, സോ കണ്ടംപ്ലേറ്റീവ്. അത് അത്രയും ഗഹനമാണ്. മാത്രമല്ല അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിലും വളരെ സരളമാണ്, എന്നാൽ വളരെ കോംപ്ലിക്കേറ്റഡുമാണ്. ഇറ്റ് ഈസ് നോട്ട് സോ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അത്ര എളുപ്പമല്ല. എന്നാലും ഓരോരുത്തരും ഈ പുസ്തകം വായിച്ചിരിക്കേണ്ടതാണ്. ഈ പുസ്തകത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആരാണ് എന്നുള്ളൊരു അവബോധം നമുക്കുണ്ടാക്കാൻ കഴിയും. അതുതന്നെയാണ് വേദാന്തം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഭാരതത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും ഇതാണ് പഠിപ്പിച്ചു വരുന്നത്. നീ ആരാണെന്ന് സ്വയം ചോദിച്ചത് കണ്ടെത്തുക. ഇതിൽ വളരെ ചുരുക്കി പറഞ്ഞാൽ ജീവനും ബ്രഹ്മവും ഒന്നാണ്. ജീവ ആൻഡ് പരമാത്മ ഈസ് വൺ ആൻഡ് സെയിം. ഇതേ പഠിക്കാനുള്ളൂ. അത് ഈ പുസ്തകത്തിൽ വിശ്വജീവൻ യോഗ എന്ന പുസ്തകത്തിൽ ശ്രീ പ്രദീപ് കുമാർ വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തെ പറ്റിയാണെന്ന് പ്രധാനമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അദ്ദേഹത്തെ ഈ STVയുടെ സംസ്കൃതിയിലേക്ക് വളരെ വിനയത്തോടെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മൾ വിശ്വജീവൻ യോഗ എന്ന പുസ്തകത്തിൻ്റെ ചർച്ചയിലാണ്. അപ്പോൾ ഇത് എഴുതിയ ഇവരോട് തന്നെ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചോദിക്കാം. ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള സാഹചര്യം എന്താണ്? അല്ലെങ്കിൽ എന്ത് മോട്ടിവേഷനാണ് താങ്കൾക്കുണ്ടായത്? സത്യത്തിൽ സർ, ഇതൊരു സെൽഫ് മോട്ടിവേഷനാണ്. ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കാലത്ത് അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന പൊരുത്തക്കേടുകളെ കുറിച്ചിട്ട്, അതായത് 2 എൻറ്റിറ്റി ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഈ ദ്വൈതം എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഈ പ്രപഞ്ചത്തിലെല്ലാം സംഭവിക്കുന്നത് വളരെ നിയതമാണ്, വളരെ കൃത്യമാണ്, വളരെ മനോഹരമാണ്. ഭൂമി കൃത്യമായി കറങ്ങുന്നുണ്ട്, അതേമാതിരി സൂര്യൻ കൃത്യമായി ഭ്രമണം ചെയ്യുന്നുണ്ട്. എല്ലാം കൃത്യമായി നടക്കുന്നതിനിടയിൽ നമ്മുടെ കാര്യങ്ങൾ പലതും കൃത്യമായി നടക്കുന്നില്ല എന്നുള്ള ഒരു ബോധം എന്നിലുണ്ടായപ്പോൾ എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് സെർച്ച് ചെയ്യാൻ നോക്കും. ഈ ബോധം എത്രാമത്തെ വയസ്സിലാണ് ഉണ്ടായത്? ഇത് നമുക്ക് 15ാമത്തെ വയസ്സിലാണ് ഉണ്ടാവുക. ഓ, 15ാമത്തെ വയസ്സിൽ. ഓ, വെരി ഗുഡ്. അപ്പോൾ ഈ 15ാമത്തെ വയസ്സിന് ശേഷം ഏകദേശം ഇപ്പോൾ 50 വർഷത്തെ റിസർച്ചാണിത്. അതിനിടയ്ക്ക് 2 പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. ഓ, സിമ്പിളായ 2 പുസ്തകങ്ങൾ. അതിനുശേഷം ഇപ്പോൾ കുറച്ചൊന്ന് എലാബറേറ്റ്. പുസ്തകത്തിൻ്റെ പേരെന്ന് പറയാം. ഇത് വിശ്വജീവൻ തന്നെയാണ്. വിശ്വജീവൻ യോഗ. രണ്ടും. ഓക്കെ. ഈ വിശ്വജീവൻ എന്ന് പറഞ്ഞാൽ വിശ്വം, ഓക്കെ, യൂണിവേഴ്സ്, യോഗ യോജിക്കുക മതി. ആക്ച്വലി നമ്മൾ യോഗാവസ്ഥയിലാണ്, പക്ഷേ നമുക്കതറിയില്ല. എന്തുകൊണ്ടറിയില്ല? പലതും നമ്മൾക്ക് അറിയാത്തത് നമ്മൾ അതിലേക്ക് ചെല്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് ചെല്ലുന്നില്ല എന്ന് ചോദിച്ചാൽ, എല്ലാം അറിയണമെങ്കിൽ ബുദ്ധി ആവശ്യമാണ്. ബുദ്ധി ചെല്ലാതെ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ബുദ്ധി ഉപയോഗിക്കാതെ ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ മനനം ചെയ്യണം. മനനം ചെയ്യാതിരിക്കുമ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല. അപ്പം നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് മനനം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ ഈ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഏത്
എന്താണ് സർ മനസ്സിലാക്കേണ്ടത്? ദ്വൈതം ഇവിടെ ഇല്ല, അദ്വൈതമാണുള്ളത്. ഇവിടെ എല്ലാം മനോഹരമാണ്. നമ്മൾ ജീവിക്കുന്നത് വളരെ മനോഹരമായൊരു ലോകത്താണ്, സുന്ദരമായ ലോകത്താണ്. ഇവിടെ വളരെ സുഖമാണ്, ഇവിടെ പീസ്ഫുള്ളാണ്. എങ്കിലും ആ പീസ്ഫുള്ളായ ഒരു ലോകത്ത് സുന്ദരമായി മനോഹരമായി ജീവിക്കാൻ എന്തുകൊണ്ട് കഴിയാതെയാകുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടിയപ്പോൾ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലായത്. ആ കഴിയുമെന്ന് മനസ്സിലായപ്പോൾ അതിന് ഞാൻ സെർച്ച് ചെയ്ത കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ, കുറേ ഹിൻസ്, അത് ഡെവലപ്പ് ചെയ്താണ് ഈ പുസ്തകം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധി കിട്ടാൻ എല്ലാവർക്കും ബുദ്ധി കൊടുത്തിട്ടുണ്ട് നേച്ചർ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയാൻ മടിയുള്ളവർ ബുദ്ധി, അവർ വേറെ എന്തോ പദം ഉപയോഗിച്ചോട്ടെ, അൾട്ടിമേറ്റ് പവർ. അപ്പോൾ എന്തുകൊണ്ട് ഈ ജനങ്ങളുടെ ബുദ്ധി അതിലേക്ക് പോകുന്നില്ല? സത്യം, ഞാൻ അതിന് ആദ്യം സൂചിപ്പിച്ചതിൽ തന്നെ അതിന് ഉത്തരവുണ്ട്. അതിൽ നമ്മൾ പറയുന്ന ഒരു വാസനയാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ അല്ലേ? ഈ വാസന എന്ന് പറഞ്ഞാൽ വാസനയാണ് ശരിക്കും. നമ്മൾ ജനറ്റിക്കലി നമുക്കൊരു ജനറ്റിക്കൽ കോഡുണ്ട്. ആ കോഡ് ഈ ഡീകോഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്ന ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട. നമ്മൾ സെൽഫ് അവയർനെസ് ഉണ്ടാകുമ്പോൾ, സെൽഫായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, താൻ ആരാണെന്ന് അറിയുമ്പോൾ, പലപ്പോഴും രമണ മഹർഷി പറഞ്ഞ മാതിരി ഹു ആം ഐ എന്നുള്ളത് സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ ആത്മാവാണെന്നാണ് ഉത്തരം കിട്ടുക. പക്ഷെ സത്യത്തിൽ ഞാൻ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റഡ് എൻറ്റിറ്റി അല്ല എന്ന് തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയലല്ലേ ലക്ഷ്യം? അത് തിരിച്ചറിയലാണ് ലക്ഷ്യം. ഞാനെന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ല. ഓക്കെ, അത് തിരിച്ചറിയാനുള്ള, അതാണ് നമ്മുടെ ലക്ഷ്യം, ജീവിത ലക്ഷ്യം. അത് തിരിച്ചറിയാനുള്ള മാർഗം എന്താണ്? നമ്മൾ ബുദ്ധി ഉപയോഗിക്കുക തന്നെ. ഈ ബുദ്ധി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ഇൻ്റലിജൻസ് ആണ്. ഈ പ്രപഞ്ചത്തിന് ഇൻ്റലിജൻസ് ഉണ്ട്, പ്രപഞ്ചത്തിന് മൈൻഡ് ഉണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ മൈൻഡും പ്രപഞ്ചത്തിൻ്റെ ഇൻ്റലിജൻസുമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മളുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു 1350-1400 ഗ്രാം തൂക്കമുള്ള ബ്രെയിൻ, ഒരു 86 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോൺസ് കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെല്ലുകൾ ഡാൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ സെല്ലുകൾ ഡാൻസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കുണ്ടാകുന്ന ഹോർമോൺസ് മുഴുവൻ നമുക്ക് ഹാപ്പിനെസ് തരുന്നതായിരിക്കും. അപ്പം നമുക്ക് സെൽഫായിട്ട് ഹാപ്പി ആയിരിക്കാനും. അപ്പോൾ ഇടയ്ക്ക് കയറി പറയല്ല, ഇപ്പം നമുക്കൊരു വസ്തു കിട്ടി, പെട്ടെന്ന് ഒരു സമ്മാനം ഒരാൾ തന്നു, അതന്നെയല്ലേ അപ്പോഴും സംഭവിക്കുന്നത്? നമ്മുടെ സെല്ലുകളൊക്കെ ഡാൻസ് ചെയ്യുന്നു, നമുക്ക് നൃത്തം ആസ്വദിക്കാൻ പറ്റുന്നു. നമ്മൾ തന്നെ ഒരു നൃത്തം അറിയാതെ നൃത്തത്തിലേക്ക് പോകുന്നു. ഇതൊക്കെ അതിൻ്റെ പ്രവർത്തനമല്ലേ? ഇവിടെ ചോദ്യം, ഇതൊക്കെ താൽക്കാലികമാണ്, നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ കിട്ടണം, അതിനെന്ത് ചെയ്യണം? താൽക്കാലികമാണ്, എല്ലാം ക്ഷണികമാണ്. അല്ല, എല്ലാം ക്ഷണികമാണ്, പക്ഷേ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ട്, ഇതിൻ്റെ നൈരന്തര്യമാണ്. ഈ നമ്മളെപ്പോഴും നിൽക്കുന്നത് ക്ഷണികമാണ്, ഒരു ക്ഷണത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് നിമിഷങ്ങളിലാണ്. അല്ല എന്ന് പറയുന്നല്ലോ. ഈ ഞാൻ സ്ഥിരമാണ്, അതെപ്പോഴും ആനന്ദമാണ്, അത് സ്ഥിരമാണ് എന്ന് പറയുന്നു. ഈ ഞാൻ ബ്രഹ്മമാണ്, ഒരിക്കലും നശിക്കാത്തതാണെന്ന് പറയുന്നു. അപ്പം എങ്ങനെ അത് ഇതും കൂടി ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്? കോൺഫ്ലിക്റ്റ് വരുന്ന ഒരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ട് അല്ലേ? സത്യത്തിൽ നമ്മൾ ജീവിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ജീവിക്കുന്നത് എന്താണ്? ഈ നിമിഷത്തിലാണ്. ഓക്കെ, നിമിഷത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നിമിഷം എന്ന് പറയുമ്പോഴത്തേക്ക് നിമിഷം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ നിൽക്കേണ്ടത് ആ സെറ്റീസ് എല്ലാത്തിനെയും കാണാൻ കഴിയണം. ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ? നിമിഷമേ ഇല്ല, അതേ ഇല്ല, നമ്മളേ ഉള്ളൂ, ആ ബോധമേ ഉള്ളൂ, ആനന്ദമേ ഉള്ളൂ. അപ്പൊ ഈ പ്രശ്നമൊക്കെ തീരില്ലേ? അങ്ങനെയാണെങ്കിൽ തീരില്ലേ? ആ തലത്തിലേക്ക് എത്തിയാൽ തീരും അല്ലേ? ഈ നിമിഷം മണിക്കൂറൊക്കെ അതെല്ലാം നമ്മുടെ കാൽക്കുലേറ്റഡ് ഫാക്ട്സ് ആണ്. അതൊന്നുമില്ല, ആ ഒരു വസ്തു മാത്രമേ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാ പ്രോബ്ലവും തീരില്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യം വരുമ്പോൾ എല്ലാ പ്രശ്നവും തീരും. പക്ഷേ അപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഈ ശരീരത്തിലിരിക്കുന്ന ചെറിയ ഞാനല്ല, എല്ലായിടത്തും ഒരേമാതിരി വ്യാപിച്ചു നിൽക്കുന്ന സച്ചിദാനന്ദ ബോധമായ ഞാൻ തന്നെയാണ് എല്ലായിടത്തും. എൻ്റെ ഉള്ളിൽ സ്പന്ദിക്കുന്ന ആ ഞാൻ തന്നെയാണ്. ഇത് അനുഭവിക്കലാണ് ഒരു ജീവൻ്റെ ലക്ഷ്യം. അതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്ത് ചിന്തിച്ച് വളരെ സരളമായിട്ട് എഴുതിയ ഒരു പുസ്തകമാണ് ശ്രീ പ്രദീപ് കുമാറിൻ്റെ വിശ്വജീവൻ യോഗ. നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ സദാ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഞാനിൻ്റെ ശുദ്ധരൂപം കണ്ടുപിടിച്ച് അതായി ഇരിക്കുക, അതായി തീരല്ല, അതിപ്പോഴും അവിടെ ഉണ്ട്. ഈ ശുദ്ധരൂപം കണ്ടുപിടിച്ച് അതായിട്ട് ഇരിക്കുക, ഇതാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഗംഭീരമായ പുസ്തകമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഈ ഇതിലെഴുതിയ ചില ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് ഈ ചർച്ച തുടരാം. ഇനി ഈ പുസ്തകത്തിലെ താങ്കൾ എഴുതിയത് ചിലത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ
ഇത് മനോഹരമായിട്ടുണ്ട്. യോഗ ഈസ് നോട്ട് എ ഫിസിക്കൽ പോസ്ചർ, ഇറ്റ് ഈസ് ദി പോയട്രി ഓഫ് യൂണിയൻ where the universe and the individual dissolve with one sacred breath. Oh, wonderful it is. വളരെ സുന്ദരമായിരിക്കുന്നത്. ആ ഏകാത്മബോധത്തിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അതിനെപ്പറ്റി ചെറിയൊരു വിശദീകരണം. തീർച്ചയായും സർ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് സത്യത്തിൽ ഒന്നാണ്. ഓക്കെ. അത് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാലും മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ശരി, ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഏകമാണ്. ഈ യൂണിവേഴ്സിൻ്റെ അനിവാര്യമായ വെട്ടിമുറിക്കാനാകാത്ത, ബൈഫക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഘടകമാണ്, ഒരു പാർട്ടിക്കൽ യൂണിറ്റാണ് നമ്മൾ ഓരോരുത്തരും. ഈ യൂണിറ്റ് തന്നെ ശരിക്കും സെപ്പറേറ്റഡ് അല്ല. നമുക്ക് സൂര്യനുമായി ബന്ധമുണ്ട്, പ്രപഞ്ചത്തിലെ സർവ്വതുമായിട്ട് ബന്ധമുണ്ട്, നിരന്തരമായ ബന്ധത്തിലാണ്. നിൽക്കട്ടെ, നമുക്ക് സൂര്യനായിട്ട് ബന്ധമുണ്ട്. കാരണം അതെനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. കാരണം സ്വാമി രാമതീർത്ഥൻ അമേരിക്കയിട്ട് പ്രസംഗിച്ചു, ഞാൻ സൂര്യനാണ്. വിശ്വസിക്കാൻ പ്രയാസം, ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ ഈ ബോധത്തിലെത്തിയ എല്ലാം ഞാനായിട്ട് അനുഭവിക്കാൻ കഴിയുന്നല്ലേ എൻ്റെ അർത്ഥം? അതെ. സൂര്യനെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ സൂര്യന് അഭിമുഖമായി നിൽക്കുമ്പോൾ സൂര്യൻ എനിക്കുണ്ടാകുന്നു, സൂര്യപ്രകാശം എന്നിൽ പതിയുന്നു. അതുപോലെ ഞാൻ ആത്മാവാണെന്ന് പറയുമ്പോൾ, ഞാൻ ആത്മാവിന് അഭിമുഖമാകുമ്പോൾ എന്നിൽ ആത്മാനുഭവം ഉണ്ടാകുന്നു. അത് വളരെ സയൻറ്റിഫിക്കാണ്. പക്ഷേ എങ്ങനെ നമ്മൾ ഒരുവൻ ആത്മാവിന് അഭിമുഖമാകും എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. എൻ്റെ പിന്നിലുള്ളത് ഹു ആമ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞല്ലോ. ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ എന്നെ ഗവേൺ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു തത്വമുണ്ട്. ആ തത്വം ആത്മാവാണ്. അപ്പോൾ ആത്മാവാണ് എന്നെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഈ ആത്മാവാണ് എല്ലാം, ഓൾ ഇൻ വൺ, വൺ ഇൻ ഓൾ എന്നുള്ള കൺസെപ്റ്റിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നാണ്, ഞാൻ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റഡ് ആണെന്ന് പറയാൻ കാരണം, ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു ജലഗണം എടുത്തിട്ട് ആ ജലഗണത്തിൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ സെപ്പറേറ്റ് ചെയ്താലും H2Oയ്ക്ക് മാറ്റം വരില്ല. അത് സമുദ്രത്തിൽ എത്തിയാലും മാറ്റം വരില്ല. ആ ജലഗണത്തെ നമ്മൾ സമുദ്രവുമായി മെർജ് ചെയ്യാൻ അനുവദിച്ചാൽ ഈ ജലഗണത്തെ നമ്മൾ സമുദ്രം എന്ന് വിളിക്കും. അപ്പോൾ സമുദ്രവും ജലഗണവും ഒന്നാണ്. അതേമാതിരി നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് ആത്മാവാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവും ഇതിലുള്ള ആ ഒരു യൂണിറ്റും എന്ന് പറയുന്നത് സത്യ യൂണിറ്റ് അല്ല, അതും ഒന്ന് തന്നെയാണ്. അപ്പോൾ രണ്ട് ആത്മാവില്ല, ആത്മാവ് ഏകമാണ്. അപ്പോൾ പുഴുവിലും സൂര്യനിലും ചന്ദ്രനിലും സസ്യലതാദികളിൽ എന്നുകൊണ്ട് സർവത്ര എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ആത്മാവ് അല്ലേ? അതെ. ഒരു വ്യത്യാസമില്ല. ബാക്കിയൊക്കെ വെറും നാമരൂപങ്ങൾ. അപ്പോൾ ഇവിടെ സത്യം സോ സിമ്പിൾ. എങ്ങനെ? 3 കാര്യം നമ്മൾ ഓർത്താൽ മതി: ബോധം, നാമം, രൂപം. അല്ലെങ്കിൽ ആത്മാവ്, നാമം, രൂപം. ഒരു സമുദ്രത്തിൽ എപ്പോഴും തിരകളും കുമിളകളും വന്നു പോകുന്ന മാതിരി സമുദ്രം മാത്രം സത്യം എന്ന് പറയുന്ന മാതിരി. അതല്ലേ ഇതിൻ്റെ ഉദ്ദേശം? തീർച്ചയായിട്ടും. എനിക്ക് അധികം പറയേണ്ടി വരുന്നില്ല. സാറ് ആത്മീയ ആചാര്യനായതുകൊണ്ട്, സാർ ആയിരക്കണക്കിന് പ്രഭാഷണം നടത്തി പരിചയമുള്ള ആളായതുകൊണ്ട് സാറ് പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയേണ്ടി വരുന്നില്ല. പുസ്തകത്തിലുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ സാറ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ പുസ്തകത്തിലുള്ള കണ്ടന്റ് അതേപടി അവിടെ റിവീൽ ചെയ്യപ്പെട്ടു. ഇനി എനിക്ക് അധികം പറയേണ്ടതില്ല, കുറച്ച് മാത്രം പറയാം. ഇനി ഇത് അടുത്ത് വരുന്നു, അതൊന്ന് വിശദീകരിക്കണം. ഇതാണ് ലൈഫ് ഈസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് എനർജി ആൻഡ് കോൺഷ്യസ്നസ്. പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് ദി യൂണിവേഴ്സ് എക്സ്പീരിയൻസ് ഇറ്റ് സെൽഫ് ഇൻ വേരിയസ് ഫോംസ്. വളരെ ശാസ്ത്രീയമായിട്ട് എഴുതിയിട്ടുണ്ട് തങ്ങൾ. പക്ഷേ എനിക്ക് ഇതിനോടൊരു ഒന്ന് ചെറുതായിട്ട് വാദിക്കാനുണ്ട്. എങ്ങനെ വെച്ചാൽ ലൈഫ് ഈസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് എനർജി ആൻഡ് കോൺഷ്യസ്നസ്. അവിടെ കുറേയും കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ എനർജി പോവില്ലേ, കോൺഷ്യസ്നെസ് അല്ലേ ഉള്ളൂ? തീർച്ചയായിട്ടും. ജീവൻ, ജീവാത്മാവ്, പരമാത്മാവ്, പരബ്രഹ്മം, ഇങ്ങനെ വ്യത്യസ്തമായ നാമങ്ങളിൽ അറിയപ്പെടുന്നതൊക്കെ ഒന്നാണ്. അപ്പോൾ ശരിക്കുള്ളത് ഒരു കോൺഷ്യസ്നസ് മാത്രമേ ഉള്ളൂ. അതെ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏകമായ ഒരു എനർജി എന്ന് നമ്മൾ അറിയാൻ വേണ്ടി പറയുന്നതാണ്. എന്ത് പറഞ്ഞാലും ഒന്നേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും, ഏത് പേരിട്ട് വിളിച്ചാലും, വ്യത്യസ്തമായ നാമങ്ങളിലും രൂപങ്ങളിലും കാണപ്പെടുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി എനർജി എന്ന് പറഞ്ഞാലും ബ്രഹ്മം എന്ന് പറഞ്ഞാലും
ആത്മാവ് എന്ന് പറഞ്ഞാലും പരബ്രഹ്മം എന്ന് പറഞ്ഞാലും ചൈതന്യം എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ പേരുകൾ മാറി വന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. ആ ഒന്നാണ് നമ്മളൊക്കെ തന്നെ. അപ്പോൾ ഈ ഒന്നാണ് നമ്മൾ, കോൺഷ്യസ്നെസ് ആണ്, നമ്മൾ ബോധമാണ്, നമ്മൾ അനുഭവിച്ചു. ഈ അനുഭവം പൂർണ്ണതയിലെത്തുന്നവരെയല്ലേ നമ്മൾ ജീവൻ മുക്തന്മാർ എന്ന് പറയുന്നത്? ഈ അനുഭവം പൂർണ്ണതയിലെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഭവം, ഈ അനുഭവം, ഈ ആത്മാനുഭവം, ഈ ആത്മാനുഭവം നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആത്മാനുഭവമുണ്ട്. ജീവിച്ചിരിക്കണമെങ്കിൽ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണം. പക്ഷെ നമുക്ക് ആത്മാവിന് അഭിമുഖമാകുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കാനാകില്ല. അപ്പോൾ നമ്മളിവിടെ ഉണ്ടെങ്കിൽ ആത്മാവും ഉണ്ട്. ആത്മാവില്ലാത്തടത്ത് നമുക്ക് ഉണ്ടാകാനാകില്ല. നമ്മളിവിടെ ഉള്ളതാണ്, നമുക്ക് മാറ്റമില്ല, നമുക്ക് നാശമില്ല. നമുക്ക് നാശമില്ലാതെ എന്ന് നിലനിൽക്കുന്ന നമ്മളെന്ന് പറയാൻ കാരണം നമ്മളിൽ ആത്മാവ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആത്മാവ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവനുള്ളത്. അതും ജീവനും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന തിയറി. ജീവൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന ഒരു എനർജിയാണ്. ആ എനർജി ബേസിക് ആയിട്ട് ഒരു പാർട്ടിക്കിളിൽ ഉണ്ട്. അതെ, അതൊക്കെ സമ്മതിക്കുന്നു. അപ്പോൾ ഈ ജീവമുക്താവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ജീവൻ മുക്താവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സത്യം നമ്മൾ ഇത് സ്പിരിച്വാലിറ്റി പറയുമ്പോഴാണ് ഈ ജീവൻ മുക്താവസ്ഥ. അപ്പോൾ നമ്മൾ ഒന്നിൽ നിന്ന് മുക്തമാകേണ്ടതില്ല, എല്ലാം അതിലുണ്ട്, എല്ലാം ഇൻവോൾവ്ഡ് ആണ്. ഒന്നിൽ നിന്ന് മുക്തമായി നമുക്ക് ഒരിടത്തേക്കും പോകാനില്ല, മാറ്റം മാത്രമേ ഇവിടെ ഉള്ളൂ. സത്യത്തിൽ ഈ പ്രപഞ്ചം എല്ലാ മാറ്റത്തിനും വിധേയമാണ്. അപ്പോൾ നമ്മളിവിടെ സാറ് നേരത്തെ സൂചിപ്പിച്ചു, നിമിഷങ്ങളിൽ ജീവിക്കാനാകില്ല, സമയമില്ല, ടൈം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടൈം ട്രാവലിനെ മറികടന്നു സാർ പറഞ്ഞപ്പോൾ. അപ്പോൾ സത്യത്തിൽ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഈ ഭൂമി ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങുന്നു. 24 മണിക്കൂർ നമ്മൾ പറയുന്നു. ഈ 23 മണിക്കൂർ 56 മിനിറ്റ് 5.4 സെക്കൻഡ് കൊണ്ട് ഒരു പ്രാവശ്യം കറങ്ങുന്നു. പിന്നെ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നു. നമ്മൾ 365 ദിവസം എന്ന് പറയുന്നു. 365 ദിവസവും 6 മണിക്കൂറും 9 മിനിറ്റ് കൊണ്ട് ഒരു പ്രാവശ്യം കറങ്ങുന്നു. അതൊക്കെ ശരി. അപ്പോൾ ഈ കറങ്ങുന്നതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം നടക്കുമ്പോഴും ഇതൊക്കെ വളരെ ചെറിയതാണ്. നമ്മുടെ ഈ ഗാലക്സിയൊക്കെ വളരെ ചെറുതാണ്. അങ്ങനെ അനേകമായി ഗാലക്സികളുള്ളതിൽ ഒരു ചെറിയ ഗാലക്സിയാണ് നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി. ഈ ഗാലക്സിക്കുള്ളിൽ നമ്മൾ കറങ്ങുന്നത് പോലും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ പലതും അറിയുന്നില്ല. അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഭൂമി സ്വയം ഒരു സാങ്കല്പിക അച്ചുണ്ട്, ഒരു ഇമാജിനറി ആക്സിസിൽ കറങ്ങുന്നുണ്ട്. നമുക്കതറിയില്ല. കാരണം ഈ 1670 കിലോമീറ്റർ സ്പീഡിൽ ഭൂമി കറങ്ങുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? ഗ്രാവിറ്റി ഉണ്ട്, പിന്നെ ഒരു യൂണിഫോം സ്പീഡിലാണ് ഭൂമി കറങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും കുലുക്കം അറിയുന്നില്ല. അതുപോലെ നമ്മൾ പലതും അറിയുന്നില്ല എന്നുള്ള ഒറ്റ കാര്യം. അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ സുരക്ഷിതമാണ്. അറിഞ്ഞാൽ വലിയ അബദ്ധം അവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ അല്ല, ഇനി വേറെ ചോദ്യം, ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്കെന്താ കാര്യം? അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ജീനാണ്. നമ്മുടെ ജീനിൽ ഉള്ള ഇൻഫർമേഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് അറിവുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും ജീൻ അതേപടിയാണെങ്കിൽ അച്ഛനും അമ്മയും കന്നുപൂട്ടും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കുലത്തൊഴിലാണ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ അതിലേക്ക് മാറുമായിരുന്നു. നമുക്ക് അപ്ഡേഷൻ വന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് സാറിന്ന് വലിയൊരു നിലയിലെത്തി വലിയ അധ്യാപകനും പ്രഭാഷകനുമായി മാറാൻ കാരണം. അപ്പോൾ ആ അപ്ഡേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ ജീനിൻ്റെ അപ്ഡേഷനാണ്. അതുമാതിരി നമ്മൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സമ്മതിച്ചു. പക്ഷേ ഈ അനുഭവം, ഇപ്പോൾ നമുക്ക് ഞാൻ കോൺഷ്യസ്നെസ് ആണ്, ഞാൻ ആത്മാവാണെന്ന് അനുഭവം വന്നു. അപ്പോൾ എന്താണ് എൻ്റെ യഥാർത്ഥ അനുഭവം? ഇപ്പോൾ ദുഃഖമാണോ, സുഖമാണോ, സന്തോഷമാണോ, ആനന്ദമാണോ, അതെങ്ങനെ ഇരിക്കും? സാർ എന്താണ് അനുഭവിക്കുന്നത് അതാണത്. ആ സിറ്റീസാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. അതെന്താണെന്നാ ചോദിക്കണേ സാർ ഇപ്പോൾ അനുഭവിക്കുന്നത്? വളരെ രസകരമായ അത് ആസിറ്റീസ് എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല. അത് എന്താണ്? ഇപ്പോൾ ഒരു ലഡു തിന്ന കറക്റ്റായിട്ട് പറയാം മധുരമാണ്. ഞാൻ നിങ്ങളെ ഒന്ന് നുള്ളിയ ഒരു അനുഭവം വരുന്നു, വേദന. ഇങ്ങനെ പല അനുഭവമുണ്ട്. ഈ ആത്മാനുഭവം വന്നാൽ പലരും തുള്ളിച്ചാടുന്നു, നൃത്തം വയ്ക്കുന്നു, ശാന്തി, ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ ആനന്ദമല്ലേ അനുഭവം? ഈ അനുഭവം, ഈ ഒരിക്കലും ഞാൻ ആത്മാവാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ ഈ ആനന്ദം സ്ഥിരമായി നിൽക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. സത്യത്തിൽ ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആനന്ദം സ്ഥിരമായി നിൽക്കും. സ്ഥിരമായി നിൽക്കണം. ഈ ആനന്ദം എന്നുള്ളത് സാറ് സൂചിപ്പിച്ചതിന് കുറച്ച് ഉപരിയാണത്. ഈ ആനന്ദം നമുക്ക് എല്ലാത്തിലും ദർശിക്കാനാകണം, വേണം. എല്ലാത്തിലും ഇതേ ആനന്ദമാണ്. അപ്പോൾ എല്ലാം ഞാനാണെന്ന് നമുക്ക് ബോധ്യം വരും. എല്ലാത്തിലും ഇത് ദർശിക്കാനാവണം. അവിടെ ഒരു ചോദ്യം, ഇത് ഈ ഒരു ദർശനത്തിന് ശരീരത്തിൻ്റെ ആവശ്യമുണ്ടോ, മനസ്സിൻ്റെ ആവശ്യമുണ്ടോ, ബുദ്ധിയുടെ ആവശ്യമുണ്ടോ? നിലവിലുള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആവശ്യമുണ്ട്. ഇല്ല, ഇവിടെ ഉള്ളതെല്ലാം ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശരീരം പോയാലും മനസ്സ് പോയാലും ബുദ്ധി പോയാലും ശരീരം പോകില്ല, മാറ്റത്തിന് വിധേയമാകും. ഈ മാറ്റം ഞാനിപ്പോൾ മാറി, ഞാൻ മരിച്ചു, ഈ അനുഭവം എനിക്ക് കിട്ടുമോ?
അതിന് സാർ മരിക്കുന്നില്ല. ഈ മരണം എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ശരീരത്തിലുള്ള അല്ലല്ല, ഈ ശരീരം പോവുമല്ലോ. ഈ ശരീരം പോവുകയല്ല, മാറ്റത്തിന് ഈ ശരീരം മാറിക്കഴിഞ്ഞാൽ ഈ ശരീരം വിഘടിച്ചിട്ട് വായുവിൽ പോകും, വെള്ളത്തിൽ. അതെ, നമ്മൾ സമുദ്രത്തിൻ്റെ അടുത്ത ഒരു തുള്ളി, ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ H2O, അത് വിഘടിച്ചിട്ട് വീണ്ടും തിരിച്ച് ആ വാട്ടറായി മാറുന്നു. അപ്പോൾ അതുപോലെ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒന്നും നശിക്കുന്നില്ല, ഈ ശരീരം നശിക്കുന്നില്ല, മാറുന്നേ ഉള്ളൂ. അപ്പോൾ ഈ മാറ്റത്തിൽ ആത്മാവ് നശിക്കുന്നില്ല. ബേസിക് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്ന അതല്ലെങ്കിൽ ആത്മാവാണ്. ആ ആത്മാവിന് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ആത്മാവ് ഇവിടെ ഇന്നും സ്ഥിരമാണ്, അതുണ്ട്. അല്ല, അതാണ് എൻ്റെ ചോദ്യം. അപ്പൊ നമ്മളുണ്ട്, ഈ ശരീരം നമ്മളുണ്ട്. പക്ഷെ നമ്മൾ ഈ ശരീരം വിഘടിച്ചോട്ടെ, പോയിക്കോട്ടെ, പക്ഷേ എൻ്റെ സൽസ്വരൂപം ആത്മാവാണ്, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ബോധമാണ് ഞാൻ. അപ്പോൾ എത്ര ശരീരം പോയാലും വന്നാലും എനിക്കില്ല. അങ്ങനെ ഒരു ബോധം നമ്മളിൽ ഉണ്ടാവില്ല എന്ന് ചോദിക്കും. ഉണ്ടാവും, അതുണ്ടാകണം അല്ലേ? ഞാൻ എപ്പോഴും ആനന്ദമാണ്. എത്ര കോടി ബ്രഹ്മാണ്ടങ്ങൾ വന്നോട്ടെ പോക്കോട്ടെ, എനിക്കൊരു മാറ്റമില്ല. ആ ഒരു അനുഭവം നമുക്ക് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അനുഭവിച്ചുകൂടെയെന്ന് അനുഭവിക്കാൻ പറ്റും. അതല്ലേ ശരിക്കും അനുഭവിക്കാൻ പറ്റും. ആത്മാനുഭവം എന്ന് പറയുന്നത് അല്ലേ? അതിൽ നിന്നുണ്ടാവുന്നതാണ് ആനന്ദം. ഇനി ശരീരം ഇരുന്നാലും ശരി, ചീഞ്ഞളിഞ്ഞ് പോയാലും ശരി, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. പക്ഷേ ഈ ആത്മാ അനുഭവം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആത്മാ അഭിമുഖമായിരിക്കണം നമ്മൾ. അത് വേണം. ഈ അഭിമുഖത്തിനാണല്ലോ ഈ 4 തരം യോഗ എന്ന് പറയുന്നതും, കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, അങ്ങനെ നിരന്തരമായിട്ട് യോഗ. ഇതിലേക്ക് വഴികളല്ലേ? അതെ, ഈ യോഗ എന്ന് പറയുമ്പോൾ അതിനകത്തൊന്ന് പറയാനുണ്ട്. നമുക്ക് ഈ യോഗ സത്യത്തിൽ നമ്മൾ യോഗാവസ്ഥയിലാണ്. യോഗാവസ്ഥയിൽ സത്യത്തിലാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അറിയുന്നില്ല? ഈ യോഗിക് മൈൻഡ് ഇല്ലാത്തതുകൊണ്ടാണ്. അതെന്തുകൊണ്ടില്ല? യോഗിക് മൈൻഡ് ഇല്ലാത്തതുകൊണ്ടല്ല, യോഗിക് തോട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അതെന്തുകൊണ്ടില്ല? യോഗിക് തോട്ടിന് നമ്മൾ ചിന്തിക്കണം. അതെന്തുകൊണ്ട് ചിന്ത വരുന്നില്ല? ചിന്തിക്കാത്ത എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക തന്നെ വേണം. എന്തുകൊണ്ട് ആലോചന വരുന്നില്ല? വരുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് വരുന്നില്ല ചോദ്യത്തിന് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം ഉപനിഷത്ത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നില്ല എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടും വരും. എന്തുകൊണ്ടും വരും എന്നുള്ളത് എന്തുകൊണ്ട് വരുന്നില്ല? രസകരമായി ചോദ്യം, വളരെ രസകരമാണ്. എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ട് വരുന്നില്ല, ആ ചോദ്യം വരുന്നു അല്ലേ? ചോദ്യം വരുന്നുണ്ടല്ലോ. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ വരുന്നില്ല? ഇവിടെ ഉണ്ടെങ്കിൽ അതുണ്ടാകുമായിരുന്നു. ഉണ്ട് എന്നുള്ളത് സാർ അറിഞ്ഞില്ല. അറിയാത്തത് കൊണ്ടാണ് സാറിന് അനുഭവിക്കാൻ പറ്റാതെ വരുന്നത്. അതിനുള്ള ഇനി അനുഭവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഉണ്ട് എന്ന് സാർ ബോധ്യമാകണം. അത് ബോധ്യമാകാൻ ഒരു ഗുരു വേണ്ടേ? ഗുരു എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സാണ്, ഈ പ്രപഞ്ചമാണ് ഗുരു, ഈ പരബ്രഹ്മമാണ് ഗുരു. ഈ പരബ്രഹ്മത്തിൽ എല്ലാത്തിനും ഗുരുഭാവത്തിൽ കാണണം. അത് സമ്മതിച്ചു. ഇത് ഈ പരബ്രഹ്മമാണ് ഗുരു, പ്രപഞ്ചമാണ് ഗുരു, ഇതൊന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിപരമായ ഗുരു വേണോ വേണ്ടയോ? അത് വേണം, അതുണ്ടെങ്കിൽ നല്ലത്. ഒരു വ്യക്തിരൂപം പോണ്ട ഗുരു വേണ്ടേ? ഇനിയിപ്പോൾ മനുഷ്യരൂപം പോണ്ട ഗുരു ഇല്ലെങ്കിൽ ഒരു പുസ്തകമെങ്കിലും വേണ്ടേ? അതെ, പുസ്തകമുണ്ട്, എന്തും ആകാം, എന്തും ഗുരുവാണ്. പെട്ടെന്ന് നമുക്ക് കിട്ടില്ലല്ലോ. എന്തും ഗുരുവാണ്. അപ്പോൾ അതാ ഗുരുവാണ്. അതിലൂടെ പോയാലല്ലേ കിട്ടും. അതെ, എല്ലാം ഗുരുഭാവത്തിൽ കണ്ടാൽ എല്ലാം നമുക്ക് ഗുരു തരും, അറിവ് തരും. അതെ. ഇപ്പോൾ ഈ സദാശിവ ബ്രഹ്മേന്ദ്ര കേട്ടിട്ടുണ്ടാവും. മനോഹരമായിട്ടുള്ള ഒരു അവധൂതൻ, മനോഹരമായിട്ട് കീർത്തനങ്ങൾ രചിച്ച, ഭജനങ്ങൾ രചിച്ച ഒരു അവധൂതനാണ് അദ്ദേഹം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, താങ്കൾക്ക് ഇഷ്ടപ്പെട്ടതിനെ ആവണം. സർവം ബ്രഹ്മമയം രേ സർവം ബ്രഹ്മമയം, കിം വചനീയം കിമ ഭജനീയം കിം രചനീയം കിമരചനീയം, അങ്ങനെ പോകുന്നു. അവസാനം എന്താണ്? സർവത്ര സദാ ഹംസനിദാനം. അതാണ് എപ്പോഴും ഹംസത്തിൻ്റെ മാതിരി ഒന്നിനെ ധ്യാനിച്ച് അതിലേക്ക് എത്തുക, എല്ലാം ഈശ്വരമയം. ഇപ്പോൾ സാറ് എഴുതിയ ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ ചുരുക്കം ആ ഒരു വരിയിലുണ്ട് ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതിന് ആ ഒരു പരമതത്വത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് ഒരു ജീവനെ നയിക്കുന്നതിന് വേണ്ടിയല്ലേ സാർ ഈ പുസ്തകം എഴുതിയതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ആ പഴയ ചോദ്യത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ഇവിടെ എനർജി, കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞെങ്കിലും അൾട്ടിമേറ്റായിട്ട് കോൺഷ്യസ്നെസ്സേ ഉള്ളൂ. ആ കോൺഷ്യസ്നെസ്സിൻ്റെ വിവിധ രൂപങ്ങളാണ് ഇന്ന് പ്രപഞ്ചമായി കാണുന്നത്. അതല്ലേ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും. അപ്പോൾ ആ ചോദ്യം ക്ലിയറായി. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഈ വേൾഡ് വിത്തൗട്ട് കോൺഫ്ലിക്റ്റ് എന്ന് സാർ എഴുതി കണ്ടു. എ വേൾഡ് വിത്തൗട്ട് കോൺഫ്ലിക്റ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു മെയിൻറ്റെയിൻ. എ വേൾഡ് വിത്തൗട്ട് കോൺഫ്ലിക്റ്റ് മനോഹരമാണത്. പക്ഷേ എ ഹൗസ് വിത്തൗട്ട് കോൺഫ്ലിക്റ്റും കൂടി നടക്കാത്തൊരു കാലമാണ്. അതെ, പക്ഷേ അതെന്താ സംഭവിച്ചാൽ അത് നടക്കും. വേൾഡ് വിത്തൗട്ട് കോൺഫ്ലിക്റ്റ് നടക്കും,
ഇപ്പോൾ സാറ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 100 ട്രില്യൺ സെൽസ് അടങ്ങുന്ന ഒരു യൂണിറ്റാണ്, ഒരു പാർട്ടിക്കൽ യൂണിറ്റാണ്. സാറിൻ്റെ ഇടയിലൊന്നും ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് സാർ ഇവിടെ സുഖമായിരിക്കുന്നത്. സാറിൻ്റെ ഇടയിൽ സെല്ലുകൾക്ക് എല്ലാത്തിനും ഒരു ഐക്യമുണ്ട്, ഇല്ലേ? അപ്പോൾ സാറെന്ന് പറയുന്നത് കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ അധിവസിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ്. ഈ ആവാസ വ്യവസ്ഥയെ ഗോപാലകൃഷ്ണൻ സാർ എന്ന് പറയുന്നു. അപ്പോൾ അതിവിടെ കോൺഫ്ലിക്റ്റ് ഒന്നും ഇവിടെ ഇല്ല. അത് മനസ്സിലാക്കുമ്പോൾ അതുപോലെ തന്നെയാണ് യൂണിവേഴ്സ്. ഒരു വൃക്ഷത്തിൽ 10,000 ഇലയുണ്ടെങ്കിൽ 10,000 ഇലയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ല, എല്ലാം ഒരുപോലെയാണ്. കൊഴിഞ്ഞു വീഴുന്നുണ്ടാവും, അതിൻ്റെ എല്ലാം ലൈഫ് സ്പാൻ അനുസരിച്ച് കൊഴിഞ്ഞു വീഴുന്നുണ്ടാവും. പക്ഷേ ഒരു ഇലയും മറ്റൊരു ഇലയും ദ്രോഹിക്കാറില്ല. മനുഷ്യൻ എന്തുകൊണ്ട് ദ്രോഹിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്തയിൽ ഡ്വാലിറ്റി വരുന്നു, നന്മയും തിന്മയും പുണ്യവും പാപമൊക്കെ വരുന്നു. നമ്മൾ ഒന്നിനെയും ആസിറ്റീസ് കാണുന്നില്ല, നമ്മൾ മഴയെ മഴയായി കാണുന്നില്ല, പുഴയെ പുഴയായി കാണുന്നില്ല. എല്ലാത്തിലും നമ്മൾ ചോദ്യം ഉന്നയിക്കുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ട് സർ. അതിലാണ് ഇപ്പോൾ, അതുകൊണ്ടാണല്ലോ ഈ മനുഷ്യൻ എത്രയൊക്കെ പുരോഗമിച്ചാലും ചന്ദ്രനിൽ പോയാലും നിങ്ങൾ ഈ അണ്ടകടാകോടി പിടിച്ചടക്കിയാലും ഇവിടെ യുദ്ധം തീരുന്നില്ല, കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് കാരണം ഇതാണ്, ലക്ഷങ്ങൾ മരിച്ചു വീഴുന്നു. ഇപ്പം നമ്മൾ അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറയുന്നു. എന്നെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഒരിക്കലും ദി ഗ്രേറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സാമ്രാജ്യത്വ മോഹം കൊണ്ട് 10,000 നിരപരാധികളും മരിച്ചു വേണ്ടി വന്നു. എന്താ കാര്യം? താനൊരു ചക്രവർത്തി ആവണം എന്നുള്ളൊരു ഈഗോയുടെ മുഴുപ്പ് അല്ലേ? അതിനെ പൂജിക്കുന്നു, ആരാധിക്കുന്ന ഒരു സംസ്കാരമായിട്ടാണ് നമ്മൾ ഇന്നും പോകുന്നത്. ട്രൂലി ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈസ് ഹി ഗ്രേറ്റ്? ഞാൻ ആ ഒരു ഭാഗത്തേക്ക് കടക്കുന്നില്ല. എന്താ കാരണം വെച്ചാൽ, അല്ല, ഒറ്റ ചോദ്യം. കാരണം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഗ്രേറ്റ്നെസ് എന്ന് പറയാൻ പാടുമോ? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു സാറിൻ്റെ പിന്നെ ഇൻറ്റിഗ്രിറ്റിയെ കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ സാറ് ഒരു കോടിക്കണക്കിന് കോശങ്ങൾ രൂപപ്പെട്ടതാണെന്ന് പറഞ്ഞു. അതിലുപരി സാറിൻ്റെ ജന്മം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മൾ അലക്സാണ്ടറുടെ പിന്നിലുള്ള ഒരു കഥ പറഞ്ഞപ്പോൾ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന തെറ്റുകളെപ്പറ്റിയും കുറ്റങ്ങളെപ്പറ്റിയൊക്കെ നമ്മളിങ്ങനെ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സാറിൻ്റെ ജന്മത്തിൽ സാറ് ഏകദേശം ഒരു 3-4 കോടി സഹോദരന്മാരെ പിന്തള്ളി ഓടി വിജയിയായിട്ടാണ് സാറ് ഒരു സൈഗോട്ട് ആയി അമ്മയുടെ ഗർഭപാത്രത്തിൽ 250 ദിവസം കഴിഞ്ഞ് ഒരു നല്ല ഒരു മനോഹരമായ ഒരു ലോകത്തേക്ക് പിറവിയെടുത്തത്. അപ്പോൾ അതിനിടയ്ക്ക് സാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല, എൻ്റെ സഹോദരന്മാർ എവിടെ പോയി നോക്കിയിട്ടില്ല. 3-4 കോടി സഹോദരന്മാരെ നമ്മൾ പിന്തള്ളി ഓടി രക്ഷപ്പെട്ടിട്ടാണ് നമ്മൾ ജന്മം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സന്തോഷമായിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ ചിന്തകളെ വെറുതെ ആവശ്യമില്ലാതെ പറത്തരുത്. നമുക്ക് ആവശ്യമുള്ളത് ചിന്തിക്കാവൂ. അതുകൊണ്ടാണ് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം ചിന്തിക്കണമെന്ന് പറയാൻ കാരണം. എപ്പോഴും ബുദ്ധി ആണ് പ്രയോഗിക്കേണ്ടത്. അപ്പോൾ ചിന്ത അനാവശ്യമായി കഴിഞ്ഞാൽ, മോശമായ ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ മോശമായ മനസ്സുണ്ടാവും. അതായത് മൈൻഡ് എന്ന് പറയുന്നത് അതായത് തോട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ തോട്ട് മോശമായ മൈൻഡ് മോശമാവും. മൈൻഡ് മോശമായി കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ നമ്മൾക്ക് പരാജയം സംഭവിക്കും. അതൊക്കെ ശരി, അതിലൊന്നും എനിക്കൊരു വ്യത്യാസമില്ല. പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കുന്നത് സർവ്വം ഈശ്വരമയാണ്. ആത്മതലത്തിൽ ചിന്തിക്കുമ്പോൾ ഇതൊന്നുമില്ല അവിടെ. പക്ഷേ ആത്മതലത്തിൽ ജീവിക്കാൻ വളരെ അപൂർവരല്ലേ ഉള്ളൂ. ജീവതലത്തിൽ ജീവിക്കുന്നവർക്ക് ഇതൊക്കെ ദുഃഖമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ആയിരിക്കാന്നല്ല, ആണെന്ന് എന്തുകൊണ്ട് സാറിന് അറിയില്ല. എന്താ കാരണം വെച്ചാൽ ഒരു യുദ്ധം ഉണ്ടായി, അത് ജീവതലത്തിൽ ദുഃഖം തന്നെയല്ലേ? ജീവതലത്തിൽ ദുഃഖം എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നത് അല്ലല്ല, ഇത് ആണോ അല്ലേ? ഒറ്റതിന് ഉത്തരം പറയാം. അതെന്ന് ഇൻഡിവിജ്വലി യുണീക്കാണ് എല്ലാവരും. അതൊന്നും ശാസ്ത്രീയമായ പേര് കൊടുത്ത് ഒഴിയണ്ട. ഒരു യുദ്ധം ഉണ്ടായിട്ട് എത്ര പേര് ദുഃഖിക്കണു? അത് ദുഃഖമല്ലേ? ദുഃഖിക്കുന്നുണ്ട്, ദുഃഖമായിരിക്കാം. പക്ഷേ ആയിരിക്കല്ല, ദുഃഖമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ദുഃഖമല്ല. അത് പറയുമ്പോൾ സാർ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ദുഃഖം എന്ന് പറയുന്നെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് മുഴുവൻ നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് മുഴുവൻ നല്ലതാണ്. നമ്മൾ അതിനെ മോശമായി കാണുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഈ 10,000 ആൾക്കാർ ചത്തു വീഴുന്നൊക്കെ നല്ലതാണ് ഈ ഫലത്തിലെത്തുമ്പോൾ. അല്ല, ഈ 10,000 ചത്തു വീഴുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കരുത്. അതെന്താ വെച്ചാൽ ഈ ചത്തു വീഴുന്നതിന് പറ്റി 10,000 ജനിക്കുന്നുണ്ട് വേറെ. അല്ല, അതുകൊണ്ട് എൻ്റെ ലൈഫിന് ശാന്തിയില്ലല്ലോ. നമ്മൾ എൻ്റെ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല. ഇവിടെ യൂണിവേഴ്സ് മാത്രമേ ഉള്ളൂ. ഒന്നേ ഉള്ളൂ, ഇവിടെ രണ്ടില്ല. ഇവിടെ യൂണിവേഴ്സ് കൃത്യമാണ് ഫങ്ഷൻ ചെയ്യുന്നത്. യൂണിവേഴ്സിന് ഒരു തകരാറുമില്ല. അപ്പം മതി, അപ്പം മനസ്സിലായി. അപ്പം ഈ വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇറ്റ് ഈസ് ഓൾ കറക്റ്റ്. എന്ത് സംഭവിച്ചാലും അത് ശരിയാണ്. ഇറ്റ് ഈസ് ഓൾ ഫാക്ട്. ശരിയല്ലാത്ത ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഇനി നാളെ സാറി പറയുന്ന മാതിരി അലക്സാണ്ടറെ പറ്റി പറഞ്ഞു വന്നപ്പോൾ അല്ലേ, ഈ ഒരു ഭൂമി തന്നെ നാളെ ഇല്ലാതാകാം. ഒന്നും സംഭവിക്കുന്നില്ല.
സിമ്പിൾ. അപ്പം പിന്നെ എന്തിനാ പോട്ടെ, നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വഴി തെറ്റിപ്പോവും. സായം ഓക്കെ. നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് ദുഃഖമായിട്ട് തോന്നാൻ കാരണം ഈ ജീവാവസ്ഥ ഉണ്ടാവുകൊണ്ടാണ്. അതെ, അത് മാറ്റി നമ്മൾ ആത്മാവസ്ഥയിൽ എത്തണം. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് എന്നീ. അപ്പോൾ ഈ വേൾഡ് വിത്തൗട്ട് കോൺഫ്ലിക്റ്റിൻ്റെ ആ പ്രോബ്ലം പരിഹരിച്ചു വന്നു. ഞങ്ങളത് പരിഹാരം കണ്ടു ഇല്ലെന്ന് എനിക്കറിയില്ല. ഇറ്റ് ഈസ് സോ സിമ്പിൾ എന്നാണ് പറയുന്നത്. എവറിത്തിങ് ഈസ് എനർജി. റിപ്പീറ്റഡ് ആണ്. എവറിത്തിങ് ഈസ് എനർജി ആണ് ആദ്യം. ബട്ട് നമുക്കൊന്നൊരു മാറ്റം വരുത്തണം. അത് സാറിൻ്റെ നാവുകൊണ്ട് തന്നെ പറയട്ടെ. എവറിത്തിങ് ഈസ് എനർജി അല്ല എന്ന് പറയുന്നത് ഞാൻ. എവറിത്തിങ് ഈസ് എനർജി എന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ സാറിനോട് സൂചിപ്പിച്ചു, ഈ ആത്മാവ് എന്ന് പറയുന്നതും അതേമാതിരി എനർജി എന്ന് പറയുന്നതും നമ്മൾ നാമത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന്. ഇവിടെ നാമത്തിലും രൂപത്തിൽ മാത്രമേ എല്ലാത്തിലും വ്യത്യാസമുള്ളൂ. ആക്ച്വലി എല്ലാം ഒന്ന് തന്നെയാണ്. ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഈ ജീവൻ എന്ന് പറയുന്നതും ഇപ്പം സയൻറ്റിഫിക് ആയിട്ട് പറയുമ്പോൾ ജീവൻ ഞാൻ പറഞ്ഞ മാതിരി ഒന്നുമല്ല. ജീവൻ വരുന്നു പോകുന്നു എന്നൊക്കെ പറയും. എവിടെയും വരുന്നു പോകണമെന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ജീവൻ വരുന്നില്ല പോകുന്നില്ല. ഞാൻ ഇരിക്കുന്ന ജീവനുള്ളൊരു കസേരയിലാണ്. ജീവനുള്ള ഭൂമിയിലാണ്. സമ്മതിച്ചു, ജീവൻ വരുന്നില്ല. അപ്പം ഈ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ അത് വരുന്നുണ്ടല്ലോ. ഈ സൂക്ഷ്മ മൈൻഡ് അന്ധകരണം, ഈ മൈൻഡ് എന്ന് പറയുന്നത് അതുമില്ല പറയും. തോട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ തോട്ട് എന്താണോ ആ തോട്ട് റിലേറ്റഡ് ആണ് മൈൻഡ്. അതെ, ആ തോട്ട് അനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കല്ലേ. ആ തോട്ട് അനുസരിച്ച് ജീവിക്കുമ്പോൾ തോട്ടിനനുസരിച്ചുള്ള മൈൻഡ് വരും. ആ മൈൻഡ് അനുസരിച്ച് ജീവിച്ചാൽ കൺസ്ട്രക്റ്റീവ് ആണ് തോട്ടെങ്കിൽ കൺസ്ട്രക്റ്റീവ് മൈൻഡ് വരും. ഡെസ്ട്രക്റ്റീവ് ആണ് തോട്ടെങ്കിൽ ഡെസ്ട്രക്റ്റീവ് മൈൻഡ് വരും. അതിനൊന്നും ചെയ്യാനാകില്ല. ഇൻഡിവിജ്വലി. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി മുഴുവൻ പറയുന്നത് ഈ പ്യൂരിഫൈ യുവർ മൈൻഡ് എന്നല്ലേ. പ്യൂരിഫൈ മൈൻഡ് ചെയ്യണമെങ്കിൽ തോട്ട് ശരിയാവണം. അപ്പോൾ പ്യൂരിഫൈ യുവർ തോട്ട് ശരിയാവണം. തോട്ട് എന്ന് പറയുന്നതും നമ്മുടെ യൂണിവേഴ്സൽ ഇന്റലിജൻസ് പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ എന്തിനാ പ്യൂരിഫൈ ചെയ്യണം? പ്യൂരിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം, ഇത് നമ്മൾ ആ രീതിയിലേ ചിന്തിക്കാവൂ. ഓക്കെ, ആ രീതിയിൽ ചിന്തിക്കാത്തവർക്ക് പ്യൂരിഫൈ ചെയ്യണ്ടേ? വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം. അത് അവരുടെ ഇഷ്ടമാണ്. കാരണം ഒക്കെ ഇൻഡിവിജ്വലി ആണ്. വ്യക്തിപരമായി ഉള്ളിടത്തൊക്കെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഇവിടെ സന്തോഷമായി ജീവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാതെയും ജീവിക്കാം, എങ്ങനെ ജീവിക്കാം. അപ്പോൾ അടുത്തതിൽ പറഞ്ഞു വെൻ യു ലവ് അനദർ യു ലവ് യുവർ സെൽഫ്. അപ്പോൾ എല്ലാം ഞാനാണെന്ന് ബോധിക്കുന്ന വരുന്ന ഇതാണ്. അപ്പോൾ അതിനൊരു പ്യൂരിഫൈഡ് മൈൻഡിനല്ലേ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ? അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ലവ് എന്ന് പറയുന്നത് എന്നിൽ ആദ്യം ഉണ്ടാകണം. അങ്ങനെ അത് ഉണ്ടാവാൻ തോട്ട് നന്നാവണ്ടേ? തോട്ട് നന്നാവണം. തോട്ട് നന്നാവുമ്പോൾ എനിക്ക് ലവ് ഉണ്ടെന്ന് മനസ്സിലാവും. ഈ ലവ് തന്നെയാണ് മനസ്സ് നന്നാവണ്ടേ? അതെ. അപ്പോൾ ഞാൻ പറയുന്നത് സാറിൻ്റെ സെല്ലുകളെല്ലാം കൂട്ടി യോജിപ്പിച്ച് ചേർത്ത് കോർത്ത് ഒന്നാക്കി വെച്ചിരിക്കുന്നത് പോലെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ സർവ്വനെയും ചേർത്ത് കോർത്ത് ഒന്നാക്കണം. അതിന് നമ്മുടെ മൈൻഡിൽ ലവ് വരണം. ലവ് എന്ന് പറഞ്ഞാൽ അദസ്യമായിരിയാണ്, കൂട്ടി യോജിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ലവ് നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ എല്ലാത്തിനെയും കൂട്ടി യോജിപ്പിക്കും. ലവ് ഇല്ലെങ്കിൽ കൂട്ടി യോജിപ്പിക്കില്ല. അതിൽ ആദ്യം നമുക്ക് ലവ് ഉണ്ടാകണം. അതെ, അതെങ്ങനെ ഉണ്ടാവും? അതുണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കും? ആ തോട്ട് വരണം. ആ തോട്ട് എങ്ങനെ വരും? ആ തോട്ടിലേക്ക് പോകണം നമ്മൾ. അത് എങ്ങനെ പോകുന്നാണ് ചോദിക്കുന്നത്? എങ്ങനെയെങ്കിലും പോകണം. ഓക്കെ, then let us stop that one. Okay. We will go to chapter 2. Chapter 2 അല്ല, chapter 11. പേജ് 46 അത് എനിക്ക് ഇഷ്ടപ്പെട്ടാണ്, എല്ലാവർക്കും ഇഷ്ടം. ലോഫർ ഈസ് ദി ലാംഗ്വേജ് ഓഫ് സോൾ. അതിന് ലോഫർ വരണമെങ്കിൽ, ആത്മാവ് അവിടെ ആനന്ദിക്കണമെങ്കിൽ മൈൻഡ് പ്യൂരിഫൈ ആയേ പറ്റും. അപ്പോൾ എല്ലാ സ്പിരിച്വാലിറ്റിയും പറയുന്നത് ഒരേമാതിരി പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ് തന്നെ. സംശയമില്ലല്ലോ? ഇല്ല. ഇനിയാണ് നമ്മൾ തമ്മിലൊരു കോൺട്രഡിക്ഷൻ വരുന്നത്. പറയൂ സർ. ചാപ്റ്റർ 12 എഴുതിയാണ് അദ്ദേഹം, പേജ് 50. ബിയോണ്ട് വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ സീ ദി എനർജി വിത്തിൻ. വളരെ ശരിയാണ്. വെജിറ്റേറിയൻ ആയാലും ശരി, നോൺ വെജിറ്റേറിയൻ ആയാലും ശരി, കോളിഫ്ലവർ ആയാലും ശരി, ഒരു കോഴിയിലായാലും ശരി, വഴുതനങ്ങയിലായാലും ശരി, ബീഫിലായാലും ശരി, എല്ലാം എനർജി സെയിം. അത് ശാസ്ത്ര സത്യമാണ്. അത് നോ വൺ കൻ ചേഞ്ച് ഇറ്റ്. പക്ഷേ വ്യവഹാരികത്തിൽ വരുമ്പോൾ ഒരു കോളിഫ്ലവറിനെ ട്രീറ്റ് ചെയ്യുന്ന അതേമാതിരി നമ്മളൊരു കോഴിയോ ബീഫിനെ ട്രീറ്റ് ചെയ്യുന്നത് ശരിയാണോ? സത്യത്തിൽ ശരിയാണ്. പക്ഷെ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺട്രഡിക്ഷൻ വരും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സത്യത്തിൽ ഈ വെജിറ്റേറിയൻ എന്നും നോൺ വെജിറ്റേറിയൻ എന്നും ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. അത് നമ്മൾ ഈ നമ്മുടെ വ്യാവഹാരിക ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റിലേക്ക് മാറണം. അത് എന്തിനുണ്ടാക്കിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഓരോ കൺസെപ്റ്റ് ഓരോ സൗകര്യത്തിന് വേണ്ടി ഓരോരുത്തർ ഉണ്ടാക്കി വയ്ക്കുന്നതാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് കോളിഫ്ലവർ തിന്ന അതേ എഫക്റ്റ് തന്നെയാണ് ബീഫ് തിന്നാലും ചിക്കൻ തിന്നാലും മട്ടൺ തിന്നാലും? ഫുഡ് എന്ന മാത്രം നിലയ്ക്ക് നമ്മൾ കാണാവുള്ളൂ. എല്ലാം ഫുഡാണ്. അതന്നെ, ആ ഫുഡ് നോക്കൂ. നമ്മളുടെ ജീനുകളൊക്കെ ഈ വെജിറ്റേറിയൻ ആയിരുന്നില്ല ആദ്യകാലത്ത്. നമ്മൾ വേട്ടയാടിയാണ് ജീവിച്ചത്. അക്കാലത്ത് നമ്മുടെ ജീനുകളിൽ ഉള്ളത് എന്താണ്? നോൺ വെജ് ആണ്.
നോൺ വെജാണ്. പിന്നെയാണ് നമ്മൾ വെജിലേക്ക് മാറിയത്. അതെ അതെ. അപ്പോൾ വെജ് മോശമാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. വെജ് മോശമല്ല, നോൺ വെജ് അല്ല, വെജ് മോശമാണെന്ന് പറയുന്നില്ല, നോൺ വെജ് മോശമാണെന്ന് പറയുന്നില്ല. രണ്ടും നല്ലതാണ് ആ ഫുഡ് എന്ന നിലയ്ക്ക്. പിന്നെ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ആളായിരുന്നു. അപ്പോൾ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, എനിക്ക് വെജിറ്റേറിയൻ ആയപ്പോൾ നോൺ വെജിറ്റേറിയൻ കാണുമ്പോൾ എനിക്കൊരു വെറുപ്പ് തോന്നുക. ഞാൻ അവരുടെ ഇടയ്ക്ക് നിന്ന് ഭക്ഷണം കഴിക്കാൻ മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ടാകുക. അപ്പോൾ എന്നിലൊരു അധമ ചിന്ത എന്നിലുണ്ടായി. ഞാൻ അതിനെ മറികടക്കാൻ വേണ്ടി ആലോചിച്ചപ്പോൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അതെന്താണെന്നുള്ളത് പഠിച്ചു. അപ്പോൾ ഞാൻ തൈര് കൂട്ടുന്നുണ്ട്, മോര് കൂട്ടുന്നുണ്ട്. അപ്പോൾ മോരിനകത്തൊക്കെ സൂക്ഷ്മജീവികളുണ്ട്, അത് മരിക്കുന്നുണ്ട്. അപ്പോൾ മോര് കൂട്ടുമ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബൗണ്ടറി മറികടന്നു. അപ്പോൾ എനിക്കിവിടെ ഒന്നും പ്രശ്നമല്ല, ഞാൻ എല്ലാം കഴിക്കാം എന്നുള്ള അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. അതിന് ഞാൻ ആ ഒരു ബൗണ്ടറിയെ മറികടന്ന് നിൽക്കുന്നതുകൊണ്ട് സാറ് പറഞ്ഞ ആ ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ ഉണ്ടാകുന്നില്ല. പക്ഷേ എനിക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഒരു വെണ്ടയ്ക്ക മുറിച്ച്, അതിന് ജീവുണ്ടെന്ന് കറക്റ്റാണ്. വെണ്ടയ്ക്ക മുറിച്ചിട്ട് അതേമാതിരി ഒരു ചിക്കനെയോ ഗോട്ടിനെ മുറിക്കുമ്പോൾ എന്തോ എൻ്റെ മനസ്സിലില്ലാത്തൊരു ഫീലിംഗ് വരുന്നു. ഒരു വെണ്ടയ്ക്ക മുറിക്കണ അതേ ലാഘവത്തോടു കൂടി അതിനെ മുറിക്കാൻ എനിക്ക് ചിന്തിക്കാനേ വയ്യ. വൈ ഐ ഡോണ്ട് നോ. അപ് ടു യു സർ. അത് സാറുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ചിന്തിക്കാൻ കാരണം അങ്ങനെയാണ്. അപ്പോൾ സാറ് മനസ്സിലാക്കണം, ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്നത് മുറിക്കുകയാണ്, അത് മുറിക്കുന്നത് സെയിം തന്നെയാണ്. എന്ത് മുറിച്ചാലും അത് മുറി തന്നെയാണ് ഉണ്ടാകുക, എന്തിനെ മുറിച്ചാലും. അപ്പോൾ നമ്മൾ ഈ ഒന്നിൽ ഭേദം കണ്ടിട്ടാണ്. അപ്പോൾ ഈ ഭേദചിന്തയെ മാറ്റിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നവുമില്ല. അത് സാധ്യമാണോ? ഭേദചിന്തയെ നമ്മൾ മാറ്റണം. ദ്വൈതം ഇല്ല. കാരണം അവിടെ ഒരു ജീവൻ കടന്ന് പിടയുന്നില്ലേ? അല്ല, ഇവിടെ ഒരു വെണ്ടയ്ക്ക കിടന്ന് പിടയുന്നുണ്ട് മുറിക്കുമ്പോൾ. അത് കാണാത്തതുകൊണ്ടാണ്. അത് കാണുന്ന ഒരു മനസ്സുണ്ടാകണം. അത് കാണുന്ന മനസ്സുണ്ടാകുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഒരു വിത്ത് ഒരു വൃക്ഷമാകേണ്ടതാണ്, അതിനാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ ജീവിക്കും? നമുക്ക് അതുകൊണ്ടാണ് ഈ ഭേദചിന്ത മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീർന്നു. ഓക്കെ, അതാണ് ഒരു പോംവഴി. അതാണ് പോംവഴി. അപ്പോൾ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ വേണ്ട, ക്ലാസിഫിക്കേഷൻ വേണ്ട. നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം, ഇഷ്ടം പോലെ ചെയ്യാം. അതങ്ങനെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ജന്മം എടുത്തപ്പോൾ തന്നെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ തല്ല് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ല, വെജിറ്റേറിയനും വേണ്ട, നോൺ ക്ലാസിഫിക്കേഷൻ വേണ്ട എന്ന് പറയുമ്പോൾ ഓക്കെ. ഇനി വളരെ രസകരമായതാണ്, ഞാൻ അറിയാതെ ശബ്ദം പൊന്തിയതാണ്. പേജ് 52 ചാപ്റ്റർ 3. ദി സെയിം ഫോഴ്സ് ദാറ്റ് ബ്ലൂംസ് എ ഫ്ലവർ ബീറ്റ്സ് വിത്ത് മീ. ഒരേ ഒരു എനർജി, ശക്തി, അതൊരു പുഷ്പം വിരിയുന്നതിലും എന്നിലും ഒരേ മാതിരിയാണ്. അദ്വൈതം മുഴുവൻ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം പ്രകാശിപ്പിച്ചു. ഇതിൽ എനിക്ക് തർക്കിക്കാനൊന്നുമില്ല. ദാറ്റ് ഈസ് ദിസ് ട്രൂത്ത്. സത്യം തന്നെയാണ്. ഞാൻ ആ സന്തോഷം കൊണ്ടതൊന്നും കൂടി ആവർത്തിച്ചു എന്ന് മാത്രം. ദി സെയിം ഫോഴ്സ് അല്ലെങ്കിൽ ദി സെയിം എനർജി ദാറ്റ് ബ്ലൂംസ് എ ഫ്ലവർ. ഒരു പുഷ്പം വിരിയുന്നു, അതിൽ ആ സെയിം ഫോഴ്സാണ് അതേമാതിരി ബീറ്റ്സ് വിത്ത് മീ, എന്നിലും എന്ന് പറഞ്ഞാൽ സർവ്വചരാചരങ്ങളിലും ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്ന ശാസ്ത്രീയമായ സത്യം അദ്ദേഹം വളരെ ലളിതമായ വാക്കുകളിൽ പ്രകാശിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഈ അവസരം ഒരു പ്രത്യേക ബഹുമാനം കൊടുക്കുകയാണ്. സാറ് സൂചിപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ആർഗ്യുമെൻറ്റ് നടന്നെങ്കിലും ഇപ്പോൾ സാറ് പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, ഒരു പുഷ്പത്തിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെ എല്ലാത്തിലേക്കും ഒരുപോലെ പോകുന്നോ, അതിന് വ്യത്യാസമൊന്നുമില്ല, എല്ലാവരിലേക്കും ഒരുപോലെ പോകുന്നോ, അതേമാതിരി നമ്മുടെ കൺസെപ്റ്റ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എല്ലാത്തിലും ഒരുപോലെ കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ സ്വർഗ്ഗമാണെന്ന് നമുക്ക് തോന്നും, മനോഹരമാണെന്ന് തോന്നും. യെസ്, അവിടെയാണ് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാകും. ഡുവാലിറ്റി ക്രിയേറ്റ് ചെയ്ത ജ്ഞാനികൾ എന്ന് പറയുന്നത് നോൺ ഡുവലായി മാറുമ്പോൾ അത് സാധ്യമാണ്. അങ്ങനെ അവസ്ഥയിലേക്കാണ് നമ്മൾ മാറേണ്ടത്. അതെ, അതാണ് മാറാൻ എല്ലാവർക്കും കഴിയും. അതെ, അല്ല കഴിയും. അവിടെയാണ് നമ്മൾ തമ്മിൽ എല്ലാവർക്കും കഴിയും. പക്ഷേ അത് വളരെ ദുസ്സഹമാണ് എന്ന് പറയുമ്പോഴാണ്. അല്ല സർ, ദുസ്സഹമല്ല, അത് സുസാധ്യമാണെന്ന്. സാറിൻ്റെ വീട്ടിൽ എല്ലാവർക്കും കഴിഞ്ഞു? എല്ലാവർക്കും കഴിഞ്ഞിട്ടില്ല. ബൈ സാറിന് വേണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കാം. ആയതുകൊണ്ട് എന്താ അവിടെ ഇരിക്കട്ടെ, സജഷൻ കൊടുക്കാം, ഗൈഡ് ചെയ്യാം. വൈ കഴിയണമെന്നില്ല. അപ്പം അത് അത്ര എളുപ്പമല്ല എന്ന് സമ്മതിക്കൂ. എളുപ്പമല്ല എന്ന് എൻ്റെ അനുഭവത്തിൽ ഞാൻ സമ്മതിക്കില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്കത് എന്തോ കിട്ടി. ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ് എന്നോ, ബൈ ദി ഗ്രേസ് ഓഫ് ബോധം എന്നോ, ബൈ ദി ഗ്രേസ് ഓഫ് പരമാത്മ, വാട്ട് ആർ വേർഡ് യു കോൾ, ആ ഒരു അവയർനെസ് യു ഗോട്ട് ഇറ്റ് ഇൻ ദി അറ്റ് ദി ഏർലി സ്റ്റേജ്. അതിരിച്ച് പരക്കെ എല്ലാവർക്കും കിട്ടണം എളുപ്പമെന്ന് പറഞ്ഞാൽ എനിക്ക് യോജിപ്പില്ല. എൻ്റെ പ്രാർത്ഥന അതാണ്, എല്ലാവർക്കും കിട്ടണമെന്നാണ് പ്രാർത്ഥന. എനിക്കുണ്ട്. ഇത്രയും കാലം തലകുത്തി മറിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടും, സാറിനും കിട്ടും, എല്ലാവർക്കും കിട്ടും. ഐ മീൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയിലായിനോ, ബുദ്ധി തലത്തിൽ കിട്ടിയ ബുദ്ധി തലത്തിൽ കിട്ടി. ബട്ട് ഐ വാണ്ട് ടു എക്സ്പീരിയൻസ് ഇൻ എവറി ടൈം. വിതിൻ എ ഷോർട്ട് ടൈമില്ല,
ഐ മസ്റ്റ് റിമെയിൻ ആസ് ഐ ആം. ഓക്കെ, ദാറ്റ്സ് ഓൾ. വിത്ത് ഫുൾ ബ്ലിസ്. അത്രയും മാത്രം മതി, അത് മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ വിയോജിക്കുകയാണ്. അത്ര എളുപ്പമല്ല. എളുപ്പമായിരുന്നെങ്കിൽ താങ്കൾ ആദ്യമായിട്ട് ഇമ്പാർട്ട് ചെയ്യുന്ന ശ്രമിക്കുമല്ലോ. അവർക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഒരു ജീവിതം മുഴുവൻ താങ്കൾക്ക് വേണ്ടി സേവനം നടത്തുന്ന ജീവിത പങ്കാളിക്ക് പോലും അവിടേക്ക് വരാൻ പറ്റിയിട്ടില്ലല്ലോ. പറ്റില്ല. ശ്രീരാമകൃഷ്ണദേവൻ്റെ സഹധർമ്മിണിയായ ശാരദാദേവിക്ക് എന്നെ കിട്ടിയിട്ടുള്ളൂ വിവാഹിതരായതിനു ശേഷം. പക്ഷെ അവരുടെ വിവാഹ ജീവിതം മറിച്ചായിരുന്നു, പോട്ടെ. അപ്പോൾ ആരൊക്കെ കിട്ടിയിരിക്കുന്നത്? വളരെ വളരെ അതല്ലേ ഇവിടെ ഭാരതത്തിലെ ഈ ജ്ഞാനികൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ സാറ്. കാരണം അതുകൊണ്ടാണ് ഭാരതത്തെ ഈ പുണ്യഭൂമി എന്ന് പറയുന്നത്, ഈ ആത്മജ്ഞാനം കൊണ്ട് സമ്പൂർണ്ണമായതുകൊണ്ട്. ഇപ്പോൾ ഭൗതികമായിട്ട് എത്ര ഉയർന്നാണ് US, UK, അവർക്കൊന്നും ഇത് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. അല്ല, അവിടുത്തെ ആൾക്കാർക്ക് അത് കിട്ടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. വൈ? അപ്പോൾ അത് എളുപ്പമാണെങ്കിൽ കിട്ടണ്ടേ? ബഹിരാകാശത്ത് പോകാൻ എളുപ്പമാണ്, ആത്മജ്ഞാനം കിട്ടാൻ എളുപ്പമല്ല. നാളെ ചൊവ്വയിൽ പോകാൻ എളുപ്പമാണ്, ഈ ആത്മജ്ഞാനം കിട്ടാൻ എളുപ്പമല്ല. എന്തുകൊണ്ട് ഒരു വിവേകാനന്ദന് ഈ അസ്ട്രോനോട്ട് ട്രെയിൻ ചെയ്ത് വിടാൻ പറ്റും, ഇത് ട്രെയിൻ ചെയ്ത് വിടാൻ പറ്റില്ല? നാളെ ഞാൻ നിന്നെ ആത്മജ്ഞാനിയാക്കാന്ന് പറഞ്ഞാൽ സാറിന് പറ്റുമോ? കഴിയില്ല. എന്നാൽ എപ്പോൾ ഗുരുദക്ഷിണ വെച്ച് കീഴടങ്ങാം? കഴിയില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അത് സെൽഫ് മോട്ടിവേറ്റഡ് ആയിരുന്നു സാർ. അത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് എഗ്രി ചെയ്തേ പറ്റൂ. അത് എന്തോ താങ്കൾ സുഹൃതെന്നോ എന്തൊക്കെയോ ഉണ്ട് അതിൻ്റെ പുറകിൽ, അതവിടെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ കിട്ടണ്ടല്ലേ? പഠിച്ച സ്കൂളിൽ എത്രയോ നല്ല മാഷന്മാർ ഉണ്ട്, അവരെ പോയിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് പറ്റുന്നുണ്ടോ? ഗുരു ആണെങ്കിലും പറ്റില്ല. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഭാരതത്തിൻ്റെ സവിശേഷത അങ്ങേമാരിയുള്ളവർക്കിത് നേരത്തെ ലഭിച്ചു തന്നെയാണ്. മഹാജ്ഞാനികൾ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ അവർ ഭൗതികമായിട്ട് എത്ര പുരോഗമിച്ചാലും ആത്മജ്ഞാനത്തിലേക്ക് അവർക്കിപ്പോൾ അതുണ്ടല്ലോ, ഇങ്ങനെ ദാഹിക്കുകയാണ് അവരത്. വിവേകാനന്ദ സ്വാമി 4 വർഷം അവിടെ നടത്തിയതിന് ശേഷം ഇപ്പോൾ അമേരിക്കൻസും മറ്റവരൊക്കെ ദാഹിക്കുകയാണ് ഈ ആത്മജ്ഞാനത്തിന്. ആ വിവേകാനന്ദ സ്വാമിയുടെയും മറ്റുള്ള ജ്ഞാനികൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആശ്രമങ്ങൾ അവർ ശരിക്കും അത് അറിയാൻ വേണ്ടി വരികയാണ്, അനുഭവിക്കാൻ വേണ്ടി. രമണാശ്രമത്തിലായാലും ശരി, അമ്മയുടെ ആശ്രമത്തിലായാലും ശരി, പല ആശ്രമങ്ങളിലും. കാരണം ഇത്രയൊരു അമൂല്യ സമ്പത്താണ് നമ്മൾ ഇത്രയും നിസ്സാരമായിട്ട് ഇവിടെ പറയുന്നതെങ്കിലും അതൊരു അമൂല്യ സമ്പത്താണ്. പക്ഷേ ഞാൻ സാറിനോട് വിയോജിച്ചുകൊണ്ടൊരു കാര്യം പറയാണ്. വിയോജിക്കണമല്ലോ. സാറ് സത്യത്തിൽ ഈ ആത്മജ്ഞാനി തന്നെയാണ്. അതേമാതിരി ഇവിടെയുള്ള എല്ലാവരും ഇപ്പോൾ ആത്മജ്ഞാനി പറഞ്ഞിട്ട് അത് അനുഭവത്തിൽ പറയണ്ടേ? അത് ആത്മാവത്തിൽ ആണ് സാർ. അതൊന്നും അതേ രീതിയിൽ ആ സെറ്റിസ് ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ് ആത്മജ്ഞാനിയാണ്. സെറ്റിസ് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് അത് പൂർണ്ണ അനുഭവത്തിൽ വരുന്നില്ല. ബുദ്ധി തലത്തിൽ അറിയാം എനിക്ക്. ഇപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിൽ പ്രദീപ് കുമാർ എന്ന് പറഞ്ഞൊരു വസ്തുവില്ല, ആ ബോധവസ്തുവേ ഉള്ളൂ. അത് നാമരൂപമായിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്നു. ഈ പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ് പോയാൽ അതവിടെ ഉണ്ട്, അത് നിലനിൽക്കും. ഇതൊക്കെ അറിയാം ബുദ്ധിതലത്തിൽ. പക്ഷെ അത് അനുഭവ തലത്തിൽ വന്നിട്ട് ഐ ഡിൻ ഗെറ്റ് ദാറ്റ് ബ്ലിസ്. ഈ ഞാൻ ആ ആനന്ദത്തിലേക്ക് പൂർണ്ണമായി മാറിയിട്ടില്ല. അത് അങ്ങനെ ഇല്ല എന്ന് ഒരിക്കലും പറയരുത്. മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ഇത് മാറുക. എന്നാൽ ഇന്ന് മുതൽ പറഞ്ഞു, ഇന്ന് മുതൽ പറയൂ സാർ മാറിയിട്ടുണ്ട്. എല്ലാവരിലും ആത്മജ്ഞാനമുണ്ട്. ആത്മജ്ഞാനമില്ലാത്ത ഇന്ന് മുതലല്ല, ഈ നിമിഷം മുതലായിക്കോട്ടെ, എല്ലാവരും ആത്മജ്ഞാനം. ഓക്കെ, ഈ നിമിഷം മുതൽ ഇനി അതിലേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യമാണ് ലോ ഓഫ് കർമ്മ നിയമം. നമ്മൾ ചെയ്ത കർമ്മം നമ്മൾ അനുഭവിക്കണ്ടേ? എനിക്ക് വളരെ ആവേശത്തോടെ പറയേണ്ട ഒരു കാര്യമാണ്. പറയൂ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം. ഈ കർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ട് സത്യത്തിൽ, പക്ഷേ കർമ്മത്തിൻ്റെ ഫലത്തെപ്പറ്റി നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കർമ്മത്തിന് റിസൾട്ട് ഉണ്ടാവും എന്താണെങ്കിലും. ആ റിസൾട്ട് ഗുണമാണോ ദോഷമാണോ നന്മയാണോ തിന്മയാണോ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷെ നന്മയാണ് തിന്മയാണ്, ഗുണമാണ് ദോഷമാണ്, പുണ്യമാണ് പാപമാണെന്നൊക്കെ ചിന്തിച്ചിട്ട് ഇതിനെ ബൈഫർക്കേറ്റ് ചെയ്ത് രണ്ടാക്കി മാറ്റുമ്പോഴാണ് ഈ പ്രശ്നം. സത്യത്തിൽ നമ്മൾ കർമ്മം ചെയ്താൽ മാത്രം മതി. അത് കർമ്മം അവിടെ ഞാൻ വിയോജിക്കുന്നു. ഇത് തീർന്നിട്ടില്ല സർ. കർമ്മം എന്ന് പറയുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാനല്ല ചെയ്യുന്നത്, യൂണിവേഴ്സാണ് ചെയ്യുന്നത്. ഈ യൂണിവേഴ്സ് ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ കർമാധിപൻ ഞാനാണ് എന്ന് ഞാൻ അജ്ഞാനം കൊണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്നത് ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന്. അതുകൊണ്ടാണ് എനിക്ക് കർമ്മത്തിൻ്റെ ഫലം ഏറ്റെടുക്കേണ്ടി വരുന്നത്. സത്യത്തിൽ എന്നെപ്പോലുള്ള ഒരാൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന യൂണിവേഴ്സാണ് ചെയ്യുന്നത്. അതൊരിക്കലും എന്നെ ബാധിക്കില്ല. കഴിഞ്ഞ ജന്മത്തിലും എനിക്കില്ല, വരുന്ന ജന്മത്തിലും എനിക്കില്ല. ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്.
ഈ പ്രപഞ്ചത്തിലെ നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റാണ് ഞാൻ. എനിക്കൊരിക്കലും കർമ്മബലം ബാധിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ എല്ലാ കർമ്മത്തെയും ആസിറ്റീസാണ് കാണുന്നത്. എല്ലാ കർമ്മവും എനിക്ക് ഒരുപോലെയാണ്. കർമ്മം മോശവുമില്ല നല്ലതുമില്ല. പക്ഷേ കർമ്മദോഷം എന്ന് പറയുന്ന സംഭവം സംഭവിക്കുകയേയില്ല. സമ്മതിക്കുന്നു, പക്ഷേ ഈ തലത്തിലല്ല. ഈ തലത്തിൽ തന്നെ ഞാൻ പറയുന്നു കർമ്മദോഷം എന്ന്. കാരണം നിങ്ങൾ ഒരാളെ, അതും നിങ്ങളാണ്, നിങ്ങൾ തന്നെയാണ് അതിനെ അവിടെ ഉപദ്രവിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഒരാളെ അങ്ങോട്ട് യു ആർ ഗോയിങ് ടു കില്ല് ചെയ്യും, അത് ചിന്തിക്കണം, ഞാൻ ചെയ്യണ തെറ്റോ ശരിയോ, ഇല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ അനുഭവിക്കണ്ടേ? ചിന്ത വേണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് അത്രയും ദേഷ്യം വന്നു അയാളോട്, പക്ഷെ അയാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ ദേഷ്യം നിങ്ങൾ ഒതുക്കിയേ പറ്റൂ. അത് നിങ്ങളപ്പോൾ അവിടെ ചിലവരുണ്ട് ഈ തൽക്കാലം അപ്പോൾ ആത്മീയം കൂട്ടി പിടിച്ചിട്ട് അത് ഈശ്വരൻ പറഞ്ഞിട്ടാണ് നയിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ അയാളെ വെട്ടിക്കൊല്ലും, ജീവിതം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. ആത്മീയമായിട്ട് കൂട്ടിക്കുഴയ്ക്കുക അത്. അപ്പോൾ യഥാർത്ഥ തോട്ട് അങ്ങനെ വരാൻ പാടില്ല അതിലൂടെ പോകുന്നവർക്ക്. അപ്പം ഇത് നമുക്ക് എങ്ങനെ വകവെച്ച് കൊടുക്കാൻ പറ്റും? എന്ത് തോന്നിയാസവും ചെയ്യുന്നത് എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ? സത്യത്തിൽ ഞാനത് പറയുമ്പോൾ സാറ് വിയോജിക്കും. തോന്നിവാസം എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല. ഇവിടെ സംഭവിക്കുന്നത് മുഴുവൻ നല്ലതാണ്. സാറിപ്പോൾ ഒന്ന് കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന കുറേ അടുത്ത ജീവികളൊക്കെ ആ വാഷ് ഔട്ടായി പോകും. അപ്പോൾ സാറത് അറിയുന്നേ ഇല്ല. ഇത് ഉറപ്പാണ്. ഈ വീഡിയോ കണ്ട ഏരിയ അത് വാഷ് ഔട്ടായി പോകും. അതുപോലെ ഈ പ്രപഞ്ചത്തിലെല്ലാം നല്ലതാണ്, എല്ലാം മനോഹരമാണ്, എല്ലാം സുന്ദരമാണ്. ഞാനൊക്കെ ജീവിക്കുന്നത് സ്വർഗത്തിലാണ്, വളരെ മനോഹരമായ ലോകത്ത്. ഞാൻ കാണുന്ന ലോകം വളരെ മനോഹരമാണ്. അതുകൊണ്ട് മോശമായ ലോകത്തെ പറ്റി ചിന്തിക്കാനേ കഴിയില്ല. ഈ ഇതൊന്നും കാണുന്നില്ലേ താങ്കൾ? അടി പിടി ഗുസ്തി കത്തിക്കുത്ത്, ഇതപ്പോൾ വേറെ ഒരു യമനിലെ ജയിലിൽ ഞാൻ കാണുന്നു ആസിറ്റീസ്. അടി പിടി പിടി, അതിനെ ആസിറ്റീസ് കാണുന്നു. അതിനകത്ത് ഞാൻ ദ്വൈതം കാണുന്നില്ല, അതിൽ ഗുണവും ദോഷവും കാണുന്നില്ല, അതിൽ നന്മയും തിന്മയും കാണുന്നില്ല, അതിലൊന്നും ദ്വൈതം കാണുന്നില്ല. അതെല്ലാം അതിന് ഞാൻ പുഴ കാണുമ്പോൾ പുഴ, മഴ കാണുമ്പോൾ മഴ. ഞാൻ മഴയെ നല്ല മഴ ചീത്ത മഴ എന്നും പറഞ്ഞൊന്നും വകതിരിക്കാറില്ല. കൊലപാതകം കാണുമ്പോഴോ? കൊലപാതകം കാണുമ്പോൾ കൊലപാതകം ആസിറ്റീസ് ഞാൻ കാണുന്നു. അത് നല്ലതാണോ ചീത്തയാണോ അത് ഞാൻ നോക്കാറില്ല. കൊലപാതകം നല്ലതോ ചീത്ത ഞാൻ നോക്കാറില്ല. അതേമാതിരി ഞാൻ പുഴ കാണുമ്പോൾ പുഴ നല്ലതോ ചീത്ത നോക്കാറില്ല. മഴ കാണുമ്പോൾ ഞാൻ മഴയെ ആസിറ്റീസ്. അവിടെ ശരിയാണ്, പക്ഷെ കൊലപാതകം നല്ലതോ ചീത്തയെ നോക്കിയേ പറ്റൂ. വ്യവഹാരിക ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ പുഴയെ കാണുന്ന പോലും മഴയെ കാണുന്ന പോലെയും കൊലപാതകത്തെയും കാണാൻ വിഷമാണ്. എനിക്ക് കാണാൻ കഴിയും. എനിക്കത് കഴിയുമെങ്കിൽ ഐ ഡോണ്ട് നോ, എനിക്കതിന് കഴിയും. എല്ലാത്തിനെയും ഒരേപോലെ കാണാൻ കഴിയും. അങ്ങനെ വേണ്ടത് ഈ ആത്മതലത്തിൽ. ആത്മതലത്തിൽ അത് ഓട്ടോമാറ്റിക് തന്നെ വരും ചെയ്യും. പക്ഷേ ഈ വ്യവഹാരിക തലത്തിൽ നമ്മൾ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. നമ്മൾ ഉയരണം, നമ്മുടെ തോട്ട് പ്രോസസ്സ് ഒന്ന് മാറ്റണം. ഉയർന്നാലും നമുക്ക് വേണ്ടാത്തതിനെ നമ്മുടെ മൈൻഡ് സെറ്റ് ശരിക്കും ഒരു ബുള്ളറ്റ് പ്രൂഫ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. ആവശ്യമില്ലാത്തതൊന്നും ഫിൽറ്റർ ചെയ്ത് കയറരുത്. അതോടൊപ്പം തന്നെ തോട്ട് പ്രോസസ്സ്, തോട്ട് വരികയാണല്ലോ ഈ ഭൂമിയിൽ. തോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ തോട്ടാണ് നമുക്ക് വേണ്ടത്. ശരിയായ തോട്ടിൽ നിന്നാണ് തോട്ട് റിലേറ്റഡ് ആയ ശരിയായ ഒരു മൈൻഡ് വരും. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം മതി, കാരണം ഇത് മുഴുവൻ എനിക്ക് യോജിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ നമ്മൾ തർക്കം അങ്ങോട്ട് കൂടും. അപ്പോൾ ആ കർമ്മ എൻ്റെ ഇപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത് ഈ ജീവതലത്തിൽ നിങ്ങൾ അനുഭവിച്ചേ പോകൂ. അതവിടെ ഇരിക്കട്ടെ, നമ്മൾ ഇനി കോൺട്രഡിക്ഷനിലേക്ക് പോകണ്ട. അതെ, അത് വരും അത്. അപ്പോൾ ഇനി അടുത്തത് താങ്കളുടെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ചാപ്റ്റർ 24 പേജ് 67 ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ യോഗ ആൻഡ് വിശ്വജീവൻ യോഗ. അതിനെ പറ്റിയിട്ട് ഒന്ന് വിവരിക്കാം. ട്രഡീഷണൽ യോഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ സാറിനോട് പറഞ്ഞു, നമ്മളെപ്പോഴും യോഗാവസ്ഥയിലാണ്. ഈ യോഗാവസ്ഥയിലാണെന്നുള്ള ബോധം നമുക്കുണ്ടായാൽ മതി. അത് ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ ഇപ്പോൾ ശ്വാസം വലിക്കുന്നു. നമ്മൾ ഒരു ദിവസം ഏകദേശം ഒരു 11,000 ലിറ്റർ ഓക്സിജൻ വായു വലിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ 5% ഓക്സിജൻ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ആസിറ്റീസ് കണ്ടാൽ മതി. ഈ പ്രപഞ്ചം ശരിക്കും കോമ്പാക്റ്റാണ്, സന്തുലിതമായൊരു പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മൂക്ക് അതിനനുസരിച്ചാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൃത്യമായി വലിച്ചെടുക്കാൻ കഴിയും. എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നത് കൃത്യമാണെന്ന് എനിക്ക് ബോധമുള്ളത് കൊണ്ട് എനിക്കിനി വേറൊരു അഭ്യാസത്തിൻ്റെ ആവശ്യമില്ല. എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നത് കൃത്യമാണെന്ന് എനിക്ക് ബോധമുള്ളത് കൊണ്ട് ഇനി മറ്റൊരു എക്സസൈസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഫിസിക്കൽ പൊസിഷൻ ആവശ്യമില്ല, എല്ലാം കൃത്യമാണെന്ന് എനിക്ക് ബോധമുണ്ട്. കൃത്യമല്ലാതാകില്ല. പിന്നെ അല്ലാതെ ആകുന്നതുകൊണ്ടല്ലേ നിരവധി രോഗങ്ങൾ വരുന്നത്. രോഗങ്ങൾ വരാൻ കാരണം ഇതാണ്. അതായത് നമ്മുടെ തോട്ട് പ്രോസസ്സ് രോഗത്തിലേക്ക് പോകുമ്പോൾ മാത്രമേ നമ്മൾ രോഗിയായി മാറുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഭൂമിക്ക് രോഗം വരാത്തത്? അതുപോലെ തന്നെ സൂര്യന് രോഗം വരാത്തത്? എന്താ ഈ ഭൂമി ഇത്രയും കാലമായിട്ട് ഒരു ദിവസം ഒരു സിക്ക് ലീവ് എടുക്കാത്തത്? ഭൂമി കൃത്യമായി കറങ്ങുന്നില്ലേ? അത് ഭൂമിയോട് ചോദിക്കണം. അല്ലാതെ ഭൂമി കറങ്ങുന്നുണ്ട്, സൂര്യനുണ്ട്, എല്ലാം ഉണ്ട്. ഈ പ്രപഞ്ചത്തിലെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ നമ്മളും നടക്കും. നമ്മൾ എന്ത് വേണം? നമ്മൾ ആ രീതിയിലേക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ് കൊണ്ടുപോകണം. അപ്പോൾ കൃത്യമായി നടക്കും.
അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് രോഗമേ വരില്ല. രോഗം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും സുഖാവസ്ഥയിലാണ്. ആ സുഖത്തെ അസുഖം എന്നുള്ളത് നമ്മൾ ശരീരത്തിന് രോഗമേ വരില്ല. വയസ്സായാൽ മാറ്റമുണ്ടാകും. മാറ്റത്തെ ആസിറ്റിസ് ഉൾക്കൊണ്ടാൽ രോഗം ഉണ്ടാവില്ല. ഒരു നല്ല വേദന എടുക്കുക, എങ്ങനെ ആസിറ്റിസ് ഉൾക്കൊള്ളുക? വേദനയെ പോലും നമുക്ക് മുളക് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ രസം ഉണ്ടല്ലോ, ആ കടിക്കുമ്പോൾ അത് മധുരം പോലെയല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ മധുരത്തെ മധുരമായി നമ്മൾ മുളകിനെ മുളകായല്ലേ കാണുക, എരിവിനെ, അതുപോലെ വേദനയും കാണണം. ഇപ്പോൾ വലിയ അക്യൂട്ട് പെയിനുള്ള ക്യാൻസർ പെയിൻ ആണെങ്കിൽ നല്ല എരിവുള്ള മുളക് കഴിക്കുന്ന പോലെ തോന്നണം. നമ്മൾ അതിന് ആസിറ്റീസ് കാണാത്തതുകൊണ്ടാണ് സാർ. എല്ലാത്തിനെയും ആസിറ്റീസ് കാണണം. അപ്പോൾ കാണുമ്പോൾ ഇതൊന്നും മൂർച്ചയുള്ള ഒരു ഇത് വെച്ച് ഒരു കുത്ത് തന്നാലും കാണാൻ കുത്തിക്കോട് കുഴപ്പമൊന്നുമില്ല. സാറിന് കുത്താൻ കഴിയില്ല. എന്താ കാരണം വെച്ചാൽ ഞാൻ എൻ്റെ തോട്ട് പ്രോസസ്സും എൻ്റെ തോട്ടും ഇതായി മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സാറിന് കുത്താനാകില്ല. ഇവിടെ എല്ലാം ആർക്കും പറ്റില്ല. ഒരു വണ്ണസ് ഉണ്ട് സാർ, മനസ്സിലായി. ഇവിടെ എല്ലാം ഒന്നാണ്. ഇവിടെ ഒരു അപകടവും സംഭവിക്കില്ല. ഈ ലോകത്ത് നമുക്ക് സുഖമായി ജീവിക്കാം. നമുക്കൊരു പ്രശ്നം ഇവിടെ ഇല്ല. നമ്മൾ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. നമ്മൾ ടേർബുലൻ്റ് ആയ ഒരു മൈൻഡ് ഉണ്ടാക്കാതിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ തോട്ട് ശരിയാവണം. തോട്ട് റിലേറ്റഡ് മൈൻഡ്. അപ്പോൾ മൈൻഡ് ശുദ്ധമാകണമെങ്കിൽ തോട്ട് ശുദ്ധമാകണം. അപ്പോൾ നമുക്കൊരു പ്രശ്നം ഇവിടെ ഇല്ല സർ. ഈ ലോകം പ്രശ്നസങ്കീർണമല്ല. ഈ ലോകം മനോഹരമാണ്. മനോഹരമായ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് മനോഹരമായ, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഈ ലോകം മനോഹരമാണ് എന്നൊരു ബോധതലത്തിലെത്താൻ ആ ബോധം ഉദിച്ചാലേ പറ്റൂ. ഇപ്പോൾ ബുദ്ധൻ എല്ലാം ഇട്ടിട്ട് ഓടി. ആ ബുദ്ധൻ ആദ്യമേ ഞാൻ ആത്മാവ്, അപ്പോഴും ബുദ്ധൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്. ബോധിച്ചതിന് ശേഷം അതേ ആത്മാവ് തന്നെ, അതൊക്കെ അറിയാം. പക്ഷെ ആദ്യം അനുഭവപ്പെട്ടില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട കുടുംബത്തെയും രാജ്യത്തെയൊക്കെ എത്രയോ കഠിന തപസ് ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ബുദ്ധൻ വിഷമിപ്പിച്ച മാതിരി ആരും വിഷമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പം രമണ മഹർഷിയൊന്നും അത്ര വിഷമിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു കഠിനമായ തപസ്സിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മുടെ ജീവിതം തന്നെ ഒരു തപസ്സാണ്. നമ്മുടെ ധ്യാനമാണ്. നമ്മൾ ധ്യാനാത്മകമായിരിക്കണം നമ്മുടെ ജീവിതം. ഒരു യോഗിക് മൈൻഡ് ബോധം വരണ്ടേ? അത് വരണം സാർ. അത് വന്നു കഴിഞ്ഞാൽ ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ് ഓർ എന്തോ സുഹൃതം കൊണ്ട് അതിൻ്റെ ഒരു ഗ്ലിംസ് കിട്ടിച്ചിട്ട് സാർ അതിനുണ്ട്. പിന്നെ എന്തിനാ ബുദ്ധൻ ഇത്ര വിഷമിച്ച്? അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു ഉത്തരം, അങ്ങ് എന്തിനാ ഇതൊക്കെ വിട്ടുപോയത്? അന്ന് എനിക്കറിയില്ലായിരുന്നു. രമണ മഹർഷിയോട് ചോദിച്ചു, അങ്ങ് ഇതെല്ലാം വിട്ടിട്ട് ഈ ഗുഹയിലൊക്കെ വന്നിട്ട് ഇത്ര ബുദ്ധിമുട്ടണായിരുന്നു? അതെ, ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എനിക്കറിയില്ല അന്ന്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അത്ര പെട്ടെന്ന് ആ ബോധം വരണമെങ്കിൽ ചിലതൊക്കെ ചെയ്യണം. അതെ, അങ്ങനെ ചെയ്യാം. ചെയ്യാതെയും ശരിയാകും. ചെയ്യാതെ ശരിയാവില്ല. എൻ്റെ അനുഭവത്തിലും അത് റയറസ്റ്റ് ആയ കാര്യങ്ങൾ നമുക്ക് അത് ജനറലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഫോർ യു. എന്തോ സുഹൃത ഭാഗ്യമുണ്ട്, അല്ലാതെ ചെയ്യാതെ ശരിയാവില്ല. ഇപ്പോൾ നമ്മുടെ ഇതിലൊക്കെ എന്നപ്പോൾ അതൊക്കെ എഴുതണോ? മൂക്കുത്തി തപസ് ചെയ്യുക, തലകുത്തി തപസ് ചെയ്യുക, അറിവില്ലായിട്ടാണ്. പിന്നെ ഇവിടെ എഴുതി വച്ചതിനൊന്നും ഞാൻ എതിരല്ല. ഞാൻ ഒരു സിസ്റ്റത്തിനും എതിരല്ല. ഞാൻ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രപഞ്ചമെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാത്തിലും ഞാൻ ഇൻവോൾവ്ഡായി. എന്നെ സെപ്പറേറ്റ് ചെയ്യാനാകില്ല ഈ പ്രപഞ്ചത്തിൽ നിന്ന് ആർക്കും. ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ഞാൻ. മനസ്സിലായി. ഒരു സ്വർണത്തിൻ്റെ ഒരു ചെറിയ തരി പോലും സ്വർണ്ണമാണ്. ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാകുമ്പോൾ എന്നിലുള്ള ആത്മാവ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ തന്നെയാണല്ലോ ആത്മാവ്. ഏകമായ ആത്മാവല്ലേ? ഏകവും അദ്വയവും നിരാകാരവും നിത്യവുമായ ഒരു തത്വമാണ് ആത്മാവ്. അതാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്ഷതമില്ല, ക്ഷയമില്ല. അതെ, അതൊക്കെ അറിയാം. പക്ഷെ ഇത് അനുഭവത്തിൽ വരാൻ അനുഭവത്തിൽ വരാത്ത എന്ന് പറയുന്നിടത്താണ് എൻ്റെ വിയോജിപ്പ്. അനുഭവത്തിന് വരാത്തതിൻ്റെ കാരണം പറഞ്ഞാൽ സാറ് വിഷമിക്കരുത്. മുളക് എന്ന് പറയുമ്പോൾ സാറ് പറയും എരിവാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. മുളക് എന്ന് പറഞ്ഞാൽ എരിവുണ്ട്, അതൊന്ന് പരീക്ഷിക്കാവുന്ന അവസ്ഥയിലേക്ക് വന്നാൽ യെസ്, വളരെ നല്ല എരിവാണ്, നല്ല എരിവാണെന്നാണ് പറയേണ്ടത്. അങ്ങനെയാണല്ലോ, നല്ല പനി, നല്ല എരിവ്, നല്ല അങ്ങനെ പറയേണ്ടത്. എല്ലാം നല്ലതാണ്, നല്ലതായിട്ടാണ്. നമ്മളതിന് മോശമായി കാണുമ്പോഴാണ് ഈ പ്രശ്നം. ഈ ഡ്വാലിറ്റിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് സാർ. അതങ്ങോട്ട് വിട്ടാൽ എല്ലാം നല്ലതാണ്, നല്ല എരിവാണ്. എന്തായാലും നമുക്ക് നല്ലൊരു സദ്യ തന്നെ എന്ന് പറയാം. ഒരു ആത്മീയ സദ്യ ഇദ്ദേഹം വിളമ്പി തന്നു. നമുക്കത് കഴിച്ചിട്ട് ആസ്വദിച്ചിട്ട് ആ തലത്തിലേക്ക് ഉയരാം. വിമർശനം ഉണ്ടെങ്കിൽ വിമർശനമാവാം. പക്ഷെ എനിക്കൊന്നും കൂടി പറയാനുള്ളത്, ഞാനിപ്പോൾ ഇതിങ്ങനെ കോൺട്രാക്റ്റ് പറഞ്ഞെങ്കിൽ കൂടി സത്യത്തിൽ എനിക്കെല്ലാവരും പറയാനുള്ളത്, ഈ പറയുന്ന എല്ലാവരും ഒന്നാണ്, എൻ്റെ ഭാഗമാണ്. എന്നിൽ നിന്ന് അന്യമായിട്ട് ആരും ഇവിടെ ഇല്ല. എന്നിൽ നിന്ന് അന്യമായ ഒരു ഈശ്വരനും ഇവിടെ ഇല്ല. കറക്റ്റ്. ഈശ്വരനും അതിലൊക്കെ പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു. പക്ഷെ എന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള ആ പരമസത്യം, ആ ഒരു ബോധം ഉണ്ടാവാൻ എളുപ്പമല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
എളുപ്പമാണെന്നാണ് ഞാൻ പറയാം. അത് താങ്കളുടെ അഹങ്കാര. എളുപ്പമാണെന്നാണ് ഞാൻ പറയാം. വളരെ എളുപ്പമാണിത്. ഞാനത് പറയുന്നു ഒട്ടും എളുപ്പമല്ല. ശരി ശരി. കാരണം ഐ കോൺട്രഡിക്ട്. കാരണം അത് വളരെ ബുദ്ധിമുട്ടാണ്. അത് എളുപ്പമായിരുന്നെങ്കിൽ ഇന്ന് എത്ര ഈ ലോകം സുന്ദരമാണ്, എല്ലാവരും അത് ആസ്വദിക്കുമായിരുന്നു. ഈ വക ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അത് കഠിനമാണ്. ഇപ്പോൾ ഇവിടെ ഭാരതത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ ഒരു 100 കുറഞ്ഞ ആത്മജ്ഞാനികളെ ഉണ്ടാവുള്ളൂ. കേരളത്തിലാണെങ്കിൽ നോക്കി നോക്കൂ, എത്ര കുറവാ. തുഞ്ചത്താചാര്യൻ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, തപോവന സ്വാമികൾ, ചിന്മയാനന്ദ സ്വാമി, ഇപ്പോൾ ഇതാ ലോകം സമാധാനം പരത്തിക്കൊണ്ടിരിക്കുന്ന അമ്മ അമൃതാനന്ദമയി, ഇങ്ങനെ വിരലിലെണ്ണാവുന്നവർ. പിന്നെ അറിയപ്പെടാത്തവർ, ഇപ്പോൾ നിലമ്പൂരമ്മ, ശ്രീ പ്രദീപ് കുമാർ, ഇങ്ങനെ അറിയപ്പെടാത്തവർക്കും കിട്ടിയിട്ടുണ്ടാകും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊക്കെ വിരലിലെണ്ണാവുന്നത്. അപ്പോൾ ഇതാണ് കിട്ടേണ്ട ഏറ്റവും വലിയ പരമമായ ജ്ഞാനം, പരമമായ അറിവ്, പരമമായ അനുഭൂതി. ഇത് കിട്ടാൻ മനസ്സ് ശുദ്ധീകരിക്കണം. മനസ്സ് ശുദ്ധീകരിക്കാൻ ആ ഒരു ബോധം വരാൻ സുഹൃതം വേണം. അതിനൊരു ഗുരു മനുഷ്യരൂപത്തിൽ വേണമെന്നില്ല, പുസ്തകരൂപത്തിൽ എങ്ങനെയെങ്കിലും നമുക്കത് വന്നെത്തും. ഇദ്ദേഹം മഹാഭാഗ്യവാനാണ്. അതുകൊണ്ട് എന്തോ 15-ാം വയസ്സിലൊരു ബോധം കിട്ടി. അതുകൊണ്ട് കുറച്ചൊരു അഹങ്കാരം കൂടി. ഞാൻ മഹാഭാഗ്യവാനാണ്. സാറിനെ പോലുള്ള ഒരാളുടെ ഒപ്പം ഇരുന്നിട്ട് ഇങ്ങനെ ഈ വാക്കുകൾ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഞാൻ മഹാഭാഗ്യവാനാണ്. അതേമാതിരി ബാലഗംഗാധരൻ നായർ സാറിൻ്റെ ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട്, ഈ മനോഹരമായ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് സംസാരിക്കാൻ കഴിയുന്നതിൽ എനിക്ക് ഭാഗ്യമുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പ്രപഞ്ചം ഒന്നാണെന്നും ഈ പ്രപഞ്ചത്തിൽ സർവ്വതും ഒന്നാണെന്നും എന്നിൽ നിന്ന് അന്യമായ മറ്റൊന്നുമില്ല എന്നും എന്നിൽ നിന്ന് അന്യമായ ഒരു ദൈവമില്ല എന്നും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ളത്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ കോൺട്രഡിക്ഷനൊക്കെ മാറും, ഈ ദ്വൈതമൊക്കെ മാറും, അദ്വൈത ഭാവത്തിൽ വരും, എല്ലാം മനോഹരമാകും, എല്ലാം സുന്ദരമാകും. അങ്ങനെ സാർ ആ പൂവിൻ്റെ കഥ പറഞ്ഞ മാതിരി ആ പൂവിൻ്റെ ഫ്രാഗ്രൻസ് എല്ലായിടത്തും ഒരേപോലെ വരുന്നത് പോലെ നമുക്ക് ഈ ഒരു സൗരഭ്യം ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിപ്പിക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ നടുവിലൂടെ സഞ്ചരിക്കാനാകണം. നക്ഷത്രങ്ങളുടെയും ഗോളങ്ങളുടെ ഇടയിലൂടെ മനോഹരമായി സഞ്ചരിക്കാനാകണം. ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. AI-യും ASI-യും ഒക്കെ വന്നു. ഇനി വലിയ വലിയ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ നടുവിലൂടെ സഞ്ചരിക്കാനാകും. അങ്ങനെ നമുക്ക് സുന്ദരമായൊരു ലോകത്ത് ജീവിക്കാൻ കിട്ടുന്ന ഈ മഹാഭാഗ്യത്തെ ശരിയായി ഉപയോഗപ്പെടുത്താൻ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഏതായാലും സമയം ഏകദേശമായി. ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാറായിരിക്കുന്നു. ഏതായാലും ഇങ്ങനൊരു അഭിമുഖം, വളരെ അമൂല്യമായൊരു അഭിമുഖമാണത്, ഈ പുസ്തകത്തെ പറ്റിയിട്ടുള്ള ചർച്ച. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ നന്ദിയുണ്ട്. സാറിനെ പോലുള്ള ഒരു പ്രഗത്ഭനായ വ്യക്തിയിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു ഭാഗ്യം കിട്ടണം. ആ ഭാഗ്യം സിദ്ധിച്ചതിൽ ഞാൻ മഹാഭാഗ്യവാനാണെന്ന് കരുതുന്നു. വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഇതേപോലെ മനോഹരമായ സ്റ്റുഡിയോയിൽ ഇരിക്കാൻ കഴിഞ്ഞതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഈ സ്റ്റുഡിയോയുടെ അണിയറ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു, അവരോട് നന്ദി പറയുന്നു. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം. നമസ്കാരം.